അരോമ ടി വിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്നെ തിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം വ്യത്യസ്ത ജീവിത അനുഭവങ്ങളും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ഓരോ ദിവസവും പങ്കുവയ്ക്കുവാൻ സർവ്വകൃപാലുവായ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഓർത്തെ ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ മിനി സജി വർഗീസ് അമേരിക്കയിലെ സെൻറ്റ് ലൂയിസിൽ നിന്നും നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ചില വർഷങ്ങൾക്ക് മുൻപേ കർത്താവിൻ്റെ ദാസി ജീവിതത്തിൽ അഭിമുഖീകരിച്ചതായ ഒരുപാട് അസാധാരണമായ അനുഭവങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. താൻ നഴ്സിംഗ് പ്രൊഫസറായിട്ട് അമേരിക്കയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അമേരിക്ക ഗവൺമെൻറ്റിൻ്റെ ഡെയ്സി അവാർഡ്, അതുപോലെ നിരവധി അവാർഡുകൾ ഇതിനോടകം തൻ്റെ പ്രൊഫഷണൽ ഫീൽഡിൽ ലഭിക്കുവാനിടയായി തീർന്നു. ദൈവം ഈ കാലയളവിൽ ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ വനിതയുടെ സാക്ഷ്യം പ്രേക്ഷകർക്ക് വേറിട്ടൊരു അനുഭവമായിരിക്കും. ആയാൽ ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ പ്രേക്ഷകരോടൊരു കാര്യം ഓർപ്പിക്കുന്നു. അരോമ ടി വി സംബന്ധിച്ചുള്ളതായ കാര്യങ്ങൾ, പ്രാർത്ഥനാ വിഷയങ്ങൾ, നിങ്ങളുടെ എൻക്വയറികൾ അരോമ ടി വിയുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. പലപ്പോഴും പ്രേക്ഷകർക്കൊരു പരാതിയുണ്ട്, ഫോൺ വിളിച്ചാൽ കിട്ടുന്നില്ല, എടുക്കാൻ കഴിയുന്നില്ല, മീറ്റിങ്ങിലായിരിക്കുമ്പോൾ എനിക്ക് കോൾ ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുവാൻ നിങ്ങളോട് അറിയിക്കുന്നത്. അരോമ ടി വിയുടെ നമ്പർ സ്ക്രീനിൽ പലയിടങ്ങളിലായിട്ട് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ അതിലൂടെ ഞങ്ങളെ വിവരം അറിയിക്കൂ. ഞങ്ങൾ തിരിച്ചു വിളിക്കുകയോ റിപ്ലൈ തരികയോ ചെയ്യുന്നതായിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസി സിസ്റ്റർ മിനി സജി വർഗീസിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അരോമ ടി വിയിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന ഏവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ക്രിസ്തുയേശുവിന്റെ വൻ ക്രിയകൾ പ്രസ്താവിക്കുവാൻ തക്കവണ്ണം യേശു കർത്താവ് എനിക്ക് തന്ന ഈ നല്ല അവസരത്തിനായിട്ട് ഞാൻ സ്തുതിക്കുന്നു. അരോമ ടി വിക്കായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പാസ്റ്ററിനായിട്ട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനേകം വലിയ ദാസിദാസന്മാര് വന്ന് കർത്താവിനെ ഉയർത്തിയ ഒരു പ്ലാറ്റ്ഫോമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ പ്ലാറ്റ്ഫോമിൽ ദൈവം എനിക്കും തന്ന അവസരത്തെ ഓർത്ത് ഞാൻ സ്തുതിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും അരോമ ടി വിയിൽ കൂടി ഈ സാക്ഷ്യം ശ്രദ്ധിച്ച് ദൈവകൃപ അനുഭവിക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ സാക്ഷ്യം ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാൻ ആയിരിക്കുന്നത് US സെൻറ്റ് ലൂയിസ് എന്ന് പറഞ്ഞ സിറ്റിയിൽ, അത് ഷിക്കാഗോയ്ക്ക് അടുത്തായിട്ട് വരും, മിസൂരി സ്റ്റേറ്റിലാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. എനിക്ക് എൻ്റെ ഹസ്ബൻഡ് പാസ്റ്റർ സജി വർഗീസ്, എൻ്റെ മകൻ ഷാരോൺ ഇവിടെ എൻ്റെ കൂടെയുണ്ട്. എൻ്റെ ഒരു മകൻ നിത്യതയിൽ ജോഷോ മോൻ വിശ്രമിക്കുന്നു. എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ സെൻറ്റ് ലൂയിസ് കമ്മ്യൂണിറ്റി കോളേജിൽ നഴ്സിംഗ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ മേഴ്സി ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു വലിയ ഹോസ്പിറ്റലിൽ കാർഡിയാക് ICUയിൽ ഞാൻ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. എൻ്റെ ചൈൽഡ്ഹുഡിനെ പറ്റി പറയുമ്പോൾ ഞാൻ കൊടുമണ്ണ് എന്നുള്ള ഒരു ദേശത്താണ് വളർന്നത്. എൻ്റെ ഫാദറും മിലിറ്ററിയിലായിരുന്നു ആസാമിൽ. അപ്പോൾ ഞാൻ അവിടെയാണ് ജനിച്ചത്. പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലുള്ള കൊടുമണ്ണ് എന്നുള്ള ഒരു മനോഹരമായ ഒരു വില്ലേജിലാണ് ഞാൻ വളർത്തപ്പെട്ടത്. എന്നെ ഒരു ക്രിസ്തീയ പാരമ്പര്യത്തിൽ, ഞാൻ ഓർത്തഡോക്സ് പാരമ്പര്യത്തിലാണ് ഞാൻ വളർന്നത്. കർത്താവിൻ്റെ ആ ഭയത്തിൽ ഞാൻ വളർത്തപ്പെട്ടു. രാവിലെയും വൈകുന്നേരവും എല്ലാം പ്രാർത്ഥനയുണ്ടായിരുന്നു. കൃത്യമായിട്ട് ഞങ്ങൾ പള്ളിയിൽ പോകുകയും ദൈവഭക്തിയിൽ ഞങ്ങളെ വളർത്തിയത് എൻ്റെ മാതാവാണ്. എനിക്ക് ഒരു സഹോദരിയുണ്ട്. കുടുംബമായിട്ട് ഇപ്പോൾ അബുദാബിയുടെ ദേശത്ത് ആയിരിക്കുന്നു. എൻ്റെ പിതാവ് 2000 മരണപ്പെട്ടു. എൻ്റെ അമ്മ ഇപ്പോൾ കൊടുമണ്ണുണ്ട്. എൻ്റെ ചൈൽഡ്ഹുഡിനെ പറ്റിയൊക്കെ പറഞ്ഞാൽ എനിക്ക് വളരെ നല്ല ഓർമ്മകളാണ്. എനിക്ക് എപ്പോഴും കർത്താവിനെ കാണുവാൻ ഒരു ആഗ്രഹമായിരുന്നു. അമ്മ പ്രത്യേകിച്ചും പ്രത്യക്ഷപ്പെടുന്ന കാര്യങ്ങളൊക്കെ പറയും. അപ്പോഴേ ഞാൻ എൻ്റെ വീടിൻ്റെ ടെറസിൽ പോയിട്ടിരുന്ന് ഇങ്ങനെ ആരും കാണാതെ മണിക്കൂറുകളോളം പ്രാർത്ഥിക്കും. എനിക്കൊന്നും പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല. ഞാൻ പറയുന്നത്, ദൈവമേ എനിക്കൊന്ന് പ്രത്യക്ഷപ്പെട്ട് തരണമേ, എനിക്കൊന്ന് പ്രത്യക്ഷപ്പെട്ട് തരണമേ. അങ്ങനെ ഒരുപാട് മണിക്കൂർ ഇരിക്കും. കാരണം ആരും കാണാതെ എനിക്ക് സ്വസ്ഥമായിട്ടൊന്ന്
ഇത് മാത്രമേ ഉള്ളൂ എൻ്റെ പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ആ സമയത്തൊക്കെ എനിക്ക് ഒന്നും അറിയത്തില്ല. ദൈവം ആരാണെന്നോ എന്തുവാണെന്നോ ഒന്നും അറിയില്ല. ബൈബിൾ ഇങ്ങനെ വെറുതെ വായിക്കും, ഒന്നും മനസ്സിലാകത്തില്ല. എന്നാലും വായിച്ചു വിടാനുള്ള ഉള്ള ആ ഒരു ഇതില് ഞാനൊരു 5 പ്രാവശ്യത്തോളം ആ സമയത്തൊക്കെ വചനം വായിക്കുവാൻ തക്കവണ്ണം ദൈവം എന്നെ സഹായിച്ചു. എന്നാൽ അന്നൊന്നും എനിക്കൊന്നും പ്രത്യേകിച്ച് അതിൻ്റെ ഒരു അനുഭവങ്ങളൊന്നും മനസ്സിലായില്ല. എൻ്റെ സ്കൂളിലെ ബുക്ക് വായിക്കുന്നത് പോലെ തന്നെ മാത്രമേ എനിക്ക് അന്നൊക്കെ ഇത് വായിക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. ഈ കാണാത്ത ദൈവത്തെ എനിക്ക് മുഖാമുഖമായിട്ടൊന്ന് കാണണമെന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അതിനുശേഷം ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് കാതോലിക്കറ്റ് കോളേജ് പത്തനംതിട്ടയാണ് ഞാൻ എൻ്റെ 11th and 12th ചെയ്തത്. ആ സമയത്ത് യൗസേബിയോസ് തിരുമേനിയുടെ ഒരു 12th ഞങ്ങളുടെ ലാസ്റ്റ് ഏതോ ഒരു ഫംഗ്ഷന് യൗസേബിയോസ് തിരുമേനി ഇങ്ങനെ പ്രസംഗിച്ചു. യൗവനത്തിൽ നീ നിന്റെ സൃഷ്ടാവിനെ ഓർക്കുക. അതാണ് തിരുമേനി ഞങ്ങൾക്ക് തന്ന ആ വചനം. അപ്പോഴെനിക്ക് ഞാൻ ഈ 5 പ്രാവശ്യം വചനം വായിച്ച എനിക്ക് അത് ആദ്യമായിട്ട് കേൾക്കുകയായിരുന്നു. സഭാപ്രസംഗി 12ാം അധ്യായം 1-ാം വാക്യത്തിൽ എന്നെ അത് വളരെ വല്ലാതെ ടച്ച് ചെയ്തു. അപ്പം ഞാൻ യൗവനത്തിൽ ഇരിക്കുമ്പോൾ എനിക്കൊരു അസൈൻമെന്റ് ഉണ്ട്. യൗവനകാര, നീ യൗവനത്തിൽ നിന്നെ ഉണ്ടാക്കിയവനായ ദൈവത്തെ ആണ് നീ ആശ്രയിക്കേണ്ടതെന്നും സ്നേഹിക്കേണ്ടതെന്നും ഉള്ള ഒരു ബോധ്യം എൻ്റെ മനസ്സിലുണ്ടായി. എനിക്കത് വല്ലാതെ എൻ്റെ ഹൃദയത്തിൽ ടച്ച് ചെയ്യുവാനിടയായി. എന്നാൽ അന്നും എനിക്കെന്നും അറിയത്തില്ല. ദൈവമുണ്ട് എന്നല്ലാതെ എങ്ങനെ ദൈവത്തെ കാണുമെന്നോ എങ്ങനെ ദൈവത്തെ അറിയുമെന്നോ അറിയത്തില്ലെങ്കിലും എനിക്കത് അറിയുവാനായിട്ട് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ നേഴ്സിംഗ് പഠിക്കാനായിട്ട് പോയി. അങ്ങനെ ആ പള്ളിയിലൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. എൻ്റെ ഒരു ആദ്യത്തെ ഒരു അനുഭവം എന്ന് പറയുന്നത്, എൻ്റെ ഫസ്റ്റ് ഇയർ നേഴ്സിംഗിന് വെച്ച് ഒരു വയറ്റിൽ ക്യാൻസർ ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. ആ പേഷ്യൻ്റ് എന്നോട് ഒരു ദിവസം പറഞ്ഞു, സിസ്റ്റർ, ഞാൻ സ്റ്റുഡൻറ്റാണ്, ഫസ്റ്റ് ഇയർ ആയിട്ടേ ഉള്ളൂ. സിസ്റ്റർ, എനിക്കൊന്ന് പ്രാർത്ഥിക്കണം, എനിക്ക് ഭയങ്കര വേദനയായി, മരുന്നൊന്നും തന്നാൽ എനിക്ക് ഒന്നും ഏൽക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോകാൻ തുടങ്ങുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങിയപ്പം പുള്ളിക്കാരൻ പറഞ്ഞില്ല, ഇപ്പം പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് തമിഴ് പ്രാർത്ഥിക്കാൻ അറിയില്ല. അപ്പം പുള്ളി പറഞ്ഞു, മലയാളത്തിൽ പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് മലയാളത്തിലും പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. ഞങ്ങൾ ബുക്കുകളൊക്കെ വായിക്കുന്നുണ്ട്, ആ ഒരാൾക്ക് വേണ്ടി എന്ത് പ്രാർത്ഥിക്കണമെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം ഞാൻ എന്തൊക്കെയോ പറഞ്ഞു എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി. പക്ഷെ പുള്ളി ഇങ്ങനെ എൻ്റെ കയ്യെ കയറി മുറുക്കെ പിടിച്ചു, പ്രാർത്ഥിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ പുള്ളി കേൾക്കാത്ത രീതിയിൽ എന്തൊക്കെയോ പറഞ്ഞു. ദൈവമേ, എനിക്കറിയത്തില്ല എന്തോ പ്രാർത്ഥിക്കണ്ടേന്ന്, ഈ പുള്ളിയുടെ വേദനയൊന്ന് മാറ്റി കൊടുക്കണമേ എന്ന് പതുക്കെ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ഇഞ്ഞ് പോന്നു. നെക്സ്റ്റ് ഡേ ഞാൻ അവിടെ ചെന്നപ്പോൾ ആ പേഷ്യൻ്റ് എന്നോട് പറയാ, എൻ്റെ വേദനയെല്ലാം മാറി, ഞാൻ ഒത്തിരി ദിവസങ്ങൾക്ക് ശേഷം ഞാൻ രാത്രിയിൽ ഉറങ്ങി എന്ന് പറഞ്ഞു. അതെനിക്ക് ഞാൻ ഓർത്തു, അയ്യോ, എനിക്കങ്ങനെ ദൈവം സൗഖ്യമാക്കുന്നുള്ള കാര്യമൊന്നും അറിയില്ല. എൻ്റെ ആ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഈ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇത്രയുമൊന്നും വലുതായിട്ടില്ലല്ലോ. നമുക്ക് അങ്ങനത്തെയുള്ള മീഡിയാസോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമെന്നോ, ഞാൻ പ്രത്യേകിച്ച് പ്രാർത്ഥിച്ച കേൾക്കുമെന്നോ ഒന്നും അറിയത്തില്ല. ഈ ബൈബിളിലുള്ള ദൈവത്തിന് ബൈബിളിൽ അത്ഭുതം ചെയ്തു, എന്നാൽ എനിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറൊരാൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യന് വേണ്ടി ചെയ്യുമെന്നൊന്നും അത്രയുമുള്ള ഒരു ബുദ്ധിയൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ എനിക്കത് വല്ലാത്തൊരു അത്ഭുതം. അയ്യോ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഈ പുള്ളിയുടെ വേദന മാറിയോ? അതെനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. ഞാനും പ്രാർത്ഥിച്ചാൽ കേൾക്കുന്ന ഒരു ദൈവം ഉണ്ടല്ലോ എന്നൊരു മനസ്സിൽ ഇങ്ങനെ ഞാൻ അതിങ്ങനെ സംഗ്രഹിച്ചു വെച്ചിരുന്നു. അതാണ് എൻ്റെ ഒരു തുടക്കം എന്ന് ഒക്കെ പറയേണ്ടി വരും. എൻ്റെ ലൈഫിൽ ഞാൻ പറയുകയാണെങ്കിൽ, ഗോഡ് ഈസ് ദ ഓഥർ ഓഫ് മൈ ലൈഫ്. എനിക്കത് ചാപ്റ്ററായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, ഐ ഹാവ് 3 ചാപ്റ്റേഴ്സ്. സ്റ്റിൽ നൗ ഐ ഹാവ് ഗോട്ട് 3 ചാപ്റ്റേഴ്സ്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററാണ് ഞാൻ പറഞ്ഞത്, ഈ ജനിച്ചു തൊട്ട് ഇങ്ങനെ ഞാൻ ദൈവത്തെ കാണുവാനുള്ള ഒരു ആഗ്രഹം എനിക്ക് പണ്ട് മുതലേ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയും അത് പറയാറുണ്ടായിരുന്നു. ഞാനിങ്ങനെ സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ട് അമ്മ ഞാൻ ഇങ്ങനെ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ അമ്മ പറയും, ഇവളൊരു ദൈവം ഉള്ളവളാണ് എന്ന് അമ്മ പറയുമായിരുന്നു. അപ്പൊ അങ്ങനെ അതാണ് എൻ്റെ ചാപ്റ്ററിന്റെ 1-ാം ചാപ്റ്റർ. എനിക്ക് ആക്ച്വലി ഞാൻ 3-ാം ചാപ്റ്റർ പറയാനാണ് കൂടുതലും എനിക്ക് ഇഷ്ടമായിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ മറ്റ് 2-ാമത്തെ ചാപ്റ്ററിലോട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ചാപ്റ്റർ ഞാൻ എളുപ്പം പറഞ്ഞു പോകുന്നതായിരിക്കും. 3-ാമത്തെ ചാപ്റ്റർ എൻ്റെ നേഴ്സിംഗ് പഠിച്ചതിന് ശേഷമാണ്, അവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാനൊരു രോഗം എന്നൊക്കെ പറയാൻ വേണ്ടിയുള്ള രോഗമൊന്നുമില്ല, വെറും ഒരു ചിക്കൻ പോക്സ്. ഞാൻ ഐസൊലേറ്റ് ആയി. ആ സമയത്ത് എൻ്റെ റൂമിൽ TV ആട്ടെ ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല. ഐസൊലേറ്റ് ആകുമ്പോൾ ഭയങ്കര കംപ്ലീറ്റ് ഐസൊലേഷൻ ആണ്.
അപ്പൊ ആ സമയത്ത് എനിക്ക് ഇത്രയും വലിയ ഭക്തയായ എനിക്ക് 5 പ്രാവശ്യം ബൈബിളൊക്കെ വായിച്ച് എൻ്റെ പള്ളിയിൽ ഞാൻ എല്ലാ പള്ളിയിലും എല്ലാ കാര്യങ്ങളിലും അറ്റൻഡ് ചെയ്യുവാനും 10th വരെ എനിക്ക് തോന്നുന്നു എൻ്റെ ചേർച്ചിൽ ഞാനായിരിക്കും ആദ്യമായിട്ട് 10th പാസ്സായത് സൺഡേ സ്കൂൾ. അന്നൊക്കെ 7th 8th ഒക്കെ കഴിയുമ്പോൾ സൺഡേ സ്കൂളൊന്നും പഠിക്കാൻ ആർക്കും താല്പര്യമില്ല. സ്കൂളിലൊക്കെ നല്ല മാർക്ക് വാങ്ങിക്കാനൊക്കെയാണ് താല്പര്യം. പക്ഷെ എനിക്ക് ഭയങ്കര പർട്ടിക്കുലർ ആയിരുന്നത് കൊണ്ട് ഞാൻ 10th വരെ അവിടെ പഠിച്ചു. തുമ്പമൺ ഭദ്രാസനത്തിലാണ് എനിക്ക് അത് ഹൈ ഡിസ്റ്റിങ്ഷനോട് കൂടിയാണ് ഞാൻ പാസ്സായത്. അപ്പൊ എല്ലാ ആക്ടിവിറ്റീസിലും ഞാൻ ഉള്ളത് കൊണ്ട് ഞാൻ തന്നെ എൻ്റെ മനസ്സിൽ ഞാൻ ഒരു വലിയൊരു ദൈവഭക്തയാണെന്നൊരു ധാരണയിൽ ഞാൻ വളർന്നു വരികയായിരുന്നു. എന്നാൽ എൻ്റെ 2ാം ചാപ്റ്ററിന്റെ തുടക്കത്തിൽ എനിക്ക് മനസ്സിലായി എനിക്കൊന്നും അറിയത്തില്ല എന്നുള്ളത്. ഈ ഒരു വേദനയിൽ ഞാൻ ഒറ്റയ്ക്കായ സമയത്ത് എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും അറിയത്തില്ല. കാരണം എനിക്ക് ബുക്കില്ലാതെ ഒന്നും പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. ബൈബിള് വായിക്കാറില്ല. വായിക്കുന്നത് അതൊരു സാധാരണ രീതിയിൽ രാവിലെയും വൈകിട്ടും വായിക്കും, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു ജീസസുമായിട്ടൊരു കോൺവെർസേഷൻ ആണ് ബൈബിൾ വായന എന്നുള്ള ഒരു അറിവൊന്നും അങ്ങനെ എനിക്കില്ല. ആ സമയത്ത് എനിക്ക് ഡയറക്റ്റ് ഒരു എൻകൗണ്ടർ ദൈവവുമായിട്ട് ഉണ്ടായി. ഞാൻ തുറന്ന സ്വർഗം, ആ ലൈറ്റ് ഞാൻ കാണുകയാണ്. സൂര്യനേക്കാൾ വെല്ലുന്ന ഒരു ശോഭയിൽ എനിക്ക് കർത്താവ് വന്നു. അപ്പോൾ ഞാനത് കർത്താവെന്ന് മനസ്സിലാക്കി എങ്ങനെയാണെന്നറിയാമോ? എൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ വിളിക്കുകയാണ്, കർത്താവേ എന്നെ എന്തിനാണ് പിടിച്ചു കെട്ടുന്നത്? അപ്പൊ ഞാൻ കണ്ടത് എന്നെ പിടിച്ചു കെട്ടുന്ന കൈയും കാലും ഒക്കെ പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ട് കുറെ മാലാഖ പിള്ളേർ ഇങ്ങനെ സ്റ്റേജിൽ ഇങ്ങനെ നിപ്പുണ്ട്. ഇങ്ങനെ സ്റ്റെപ്പിന്റെ താഴെ കുഞ്ഞു കുട്ടികൾ നിപ്പുണ്ട്. അവർക്കുടെ മുമ്പിലോട്ട് ഒരു വടം ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ് ഇവളെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരാൻ. ഞാൻ മലയാളത്തിൽ ഇതെല്ലാം കേൾക്കുക. അത് സ്വപ്നമല്ല, ശരിക്കും ദർശനമാണ്. ഞാൻ കണ്ണു തുറന്നാണ് കണ്ടത്. അതാണ് ആ ദർശനത്തിന്റെ പ്രത്യേകത. എനിക്ക് സെയിം ടൈമിൽ എനിക്ക് കാണാം. എൻ്റെ റൂമിലെ ഫാൻ മാത്രമേ ഉള്ളൂ, ടി വി ആയിട്ട് വേറെ ഒരു ഫോണായിട്ട് ഒന്നുമില്ല. ഈ ഫാൻ കറങ്ങുന്നതും കാണാം. എനിക്ക് കാണുന്നത് സ്വർഗം തുറന്നിരിക്കുന്നത്, സൂര്യനേക്കാൾ വെല്ലുന്ന ശോഭയിൽ വലിയൊരു ഗോളം, ഒരു ലൈറ്റാണ്, അല്ലാതെ അവിടെ ഷേപ്പുകളൊന്നുമില്ല. ഈ ഗോളത്തിന്റെ വളരെ താഴെയായിട്ടാണ് ഈ മാലാഖ കുഞ്ഞുങ്ങൾ നിൽക്കുന്നത്. ഈ വടം ഇവർക്ക് എറിഞ്ഞു കൊടുത്തിട്ട് അവളെ പിടിച്ചു കെട്ടിക്കൊണ്ട് വരാൻ പറയുമ്പോൾ ഞാൻ താഴെ ഒരു ഡാർക്ക്നെസ്സിൽ കിടക്കുകയാണ്, ഒരു കുഴിക്കകത്ത്. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, കർത്താവ് എന്നെ എന്തിനാണ് പിടിച്ചു കെട്ടുന്നത്? ഞാൻ അറിഞ്ഞ കർത്താവിനെ കണ്ണും മൂക്കും ഒക്കെയുള്ള ഒരു ഷേപ്പുള്ള ഒരു മനുഷ്യന്റെ രീതിയിലുള്ള ഒരു കർത്താവിനെയാണ് എൻ്റെ മനസ്സിൽ ഞാൻ സങ്കല്പിച്ചിരുന്നത്. എന്നാൽ ഒരു ശോഭയുള്ള ഒരു ലൈറ്റിനെ ഞാൻ അറിയാതെ തന്നെ കർത്താവെ എന്ന് വിളിക്കുന്നു. അപ്പോൾ പറയാണ്, നിന്റെ മുഖം എന്തിനാണ് എനിക്ക് എത്രയും നാൾ മറച്ചു വെച്ചത്? അപ്പോൾ ഞാൻ കർത്താവിനോട് പറയുകയാണ്, ഞാൻ മറച്ചു വെച്ചിട്ടില്ല. ഞാൻ ഞങ്ങളുടെ സഭാപ്രകാരമുള്ള എല്ലാ നൊയമ്പുകളും 3 നൊയമ്പ്, 15 നൊയമ്പ്, 25 നൊയമ്പ്, 50 നൊയമ്പ്, എല്ലാ നൊയമ്പുകളും 5ാം ക്ലാസ് മുതൽ കൃത്യമായിട്ട് എൻ്റെ അമ്മ എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും മുട്ടയൊക്കെ കഴിച്ചാലും ഞാൻ കട്ടൻ കാപ്പി കുടിച്ച് അങ്ങനെ സഭയുടെ നിയമപ്രകാരമുള്ള ഈ നൊയമ്പുകളെല്ലാം ആചരിക്കുന്ന എന്നോട് അങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് വളരെ സങ്കടമായിട്ട് ഞാൻ ആർഗ്യൂ ചെയ്യുകയാണ്. ഞാൻ അങ്ങനെ മുഖം മറച്ചില്ല എന്ന് പറയുമ്പോൾ പറയുന്നുണ്ട്, നിന്റെ ഹൃദയം എനിക്ക് തന്നില്ല മുഖം മറച്ചെന്ന് പറഞ്ഞപ്പോൾ. അങ്ങനെയുള്ള കോൺവെർസേഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്നത് ഞാൻ ആ ബെഡിൽ തന്നെ ഇങ്ങനെ ഫ്ലാറ്റായിട്ട് അങ്ങ് വീണ് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ബോധമില്ല. ഞാൻ കണ്ണടച്ച് അതിനുശേഷം കാണുന്നത് ഒരുപാട് വെള്ളവസ്ത്രധാരികൾ എനിക്ക് ചുറ്റും വന്ന് നിന്നു. അവരുടെ കളറിന്റെ ഹെയറിന്റെ കളർ പോലും സിൽക്ക് എന്ന് പറഞ്ഞ ഒരു സിൽവർ കളറിലുള്ള ഷൈനിങ് പോലത്തെ ഹെയറിന്റെ കളറുള്ള ആൾക്കാർ എല്ലാം വൈറ്റ് ഡ്രസ്സിൽ വന്ന് നിൽക്കുന്നു. സെയിം ടൈമിൽ ഞാൻ കാണുന്ന എൻ്റെ ഇടത്തുവശത്ത് എൻ്റെ പോലെ ഒരു ആത്മാവാണ് നിൽക്കുന്നത്. എനിക്ക് അന്നേരം ആത്മാവെന്നൊന്നും അറിയത്തില്ല. അപ്പൊ ഞാൻ പറയാ, ഈ ആത്മാവ് എൻ്റെ ശരീരം ഇങ്ങനെ ഈ കട്ടിലിൽ മരിച്ചു കിടക്കുന്ന കണ്ടുകൊണ്ട് പറയുക, മിനി മരിച്ചുപോയി എന്ന്. അത് കഴിഞ്ഞപ്പോഴത്തേന് എന്നെ അവർ കുറെ ഓയിലൊക്കെ പുരട്ടുന്നു. ഇങ്ങനെ പണ്ടൊക്കെ കല്യാണത്തിനൊക്കെ ഇങ്ങനെ തളിക്കുന്ന ഒരു സാധനമുണ്ട്, അതുപോലെ ഒരു സാധനം കൊണ്ട് എന്നെ കൊടയുന്നു. അങ്ങനെ ആക്ച്വലി ഇറ്റ് ലുക്ക് ലൈക്ക് ദേ വർ അനോയിന്റിങ് മീ. അങ്ങനെ ഒരു സംഭവമാണ് ഞാൻ കണ്ടത്. അതിനുശേഷം ഞാൻ കണ്ണു തുറന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ മരിച്ചു പോകാനായിരിക്കും എന്ന് ഓർത്തിട്ട് ഞാൻ ബെല്ലടിക്കുകയും അവിടെ ഒരു പെന്തിക്കോസിലുള്ള ഒരു സിസ്റ്റർ കടന്നു വരികയും, സിസ്റ്റർ സാറാമ്മയാണ് ഐസൊലേഷൻ സിസ്റ്ററിന്റെ. ആ സിസ്റ്ററിന് വന്നിട്ട് എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ ബൈഫോഴ്സ് ചോദിച്ചതുകൊണ്ട് ഞാൻ പറയേണ്ടി വന്നു. പക്ഷെ കാരണം ആ സിസ്റ്ററിനെ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു പെന്തിക്കോസ് ആയതുകൊണ്ട്. അങ്ങനെ ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു കഴിഞ്ഞിട്ട് അതിന്റെ ഭയങ്കര ഒരു സർപ്രൈസ് എന്ന് പറയുന്നത്, നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ ഈ കുരുകളെല്ലാം എൻ്റെ സൗഖ്യമായി.
15 ദിവസത്തിൽ ഞാൻ അഡ്മിറ്റ് ആയി കിടക്കുകയാണ്. എൻ്റെ ബെഡിന്റെ അപ്പുറത്ത് 2-3 ആൾക്കാർ ഇങ്ങനെ നെക്സ്റ്റ് ബെഡിൽ വന്ന് കിടന്ന് സൗഖ്യമായി പോകുമ്പോൾ സെയിം അസുഖത്തിൽ കിടക്കുന്ന എനിക്ക് സൗഖ്യമില്ലാതെ മൊത്തം തല തൊട്ട് താഴെ വരെ കുരുക്കള്. ഇവൻ കാല് നടക്കുന്ന കാലിന്റെ പാദത്തിൽ വരെയും കുരുക്കളുണ്ട്. അതുകൊണ്ട് എനിക്ക് നടക്കാനും ഒത്തിരി പാട്. നാക്ക്, കണ്ണ്, മൂക്ക്, ഒരു കണ്ണൊക്കെ അടഞ്ഞിരിക്കുന്നു. അങ്ങനെ മുഖം മൊത്തവും കുരുക്കളായ ഒരു വികൃത രൂപമായി എനിക്ക് എന്നെ തന്നെ കാണുമ്പോൾ ഭയമായിരുന്നു. എന്നാൽ അങ്ങനെ ഞാൻ നീഡിലൊക്കെ വെച്ച്, അന്നൊക്കെ വലിയ മെറ്റൽ നീഡിൽസ് ആണ് കിട്ടുന്നത്. അവരിൽ നിന്ന്, ഈ ക്ലീൻ ചെയ്യാൻ വരുന്ന ആൾക്കാരിൽ നിന്ന് ഞാൻ മെറ്റൽ നീഡിൽ കട്ട് വാങ്ങിക്കും. അത് വെച്ച് ഞാൻ പൊട്ടിക്കും. ഇപ്പൊ എന്റെ വിചാരം ഇത് കുത്തി പൊട്ടിച്ച് കഴിഞ്ഞാൽ അതങ്ങ് ഹീലാകുമല്ലോ എന്നാണ്. പക്ഷെങ്കിൽ നെക്സ്റ്റ് ഡേ അത് പൊങ്ങി പൊങ്ങി ഇരിക്കും, പിന്നെയും അത് ബ്ലിസ്റ്റർ പോലെയാണ് ആകും. എന്നാൽ ഈ ഒരു ദർശനം കണ്ടതിന് ശേഷം ഇത് കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ഇതെല്ലാം കരിഞ്ഞെന്ന് പറഞ്ഞാൽ സ്കാർ പോലെയായി. എന്നെ ഡിസ്ചാർജ് ചെയ്യുന്ന പരുവായി. അങ്ങനെ എന്നെ നെക്സ്റ്റ് ഡേ ഡിസ്ചാർജ് ചെയ്ത്. അതും എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നി. ഇത്രയും നാളെ എനിക്ക് ശ്രമിച്ചിട്ടൊന്നും നടക്കാത്ത ഒരു കാര്യം ഞാനിപ്പോൾ ഈ ഒരു ഇങ്ങനെ ഒരു അനുഭവത്തിന് ശേഷം ആ സിസ്റ്ററാണ് എനിക്ക് പറഞ്ഞു തന്നെ അത് ദർശനമാണ് എന്നൊക്കെ. എനിക്ക് ദർശനമാണെന്നൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഹീലായി. എനിക്ക് വീട്ടിൽ പോകേണ്ടി വന്നു. കാരണം അത്രയും ഭീതിയോടുകൂടിയുള്ള ഒരു രൂപത്തിൽ എനിക്ക് ഹോസ്റ്റലിൽ താമസിക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ വീട്ടിൽ ചെന്ന് ഞാൻ അമ്മയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതാണ് എൻ്റെ ഇതിന്റെ സ്റ്റാർട്ടിങ്. അന്നു തൊട്ട് എനിക്ക് മനസ്സിലായി, ഞാൻ അന്ന് വരെ ആരാധിച്ചിരുന്ന സ്റ്റാച്ചുകളോ പടങ്ങളോ ഒന്നുമല്ല ദൈവം. ഞാൻ കണ്ട ദൈവം ലൈറ്റാണ്, പ്രകാശമാണ്, സംസാരിക്കുന്ന ദൈവമാണ്. അന്ന് എനിക്ക് മനസ്സിലായി ദൈവം വെളിച്ചമാണ്. ദൈവത്തിന് സംസാരിക്കുവാൻ, മനുഷ്യരോട് ഏതു ഭാഷയിലും സംസാരിക്കാൻ അറിയാവുന്ന ഒരു ദൈവത്തെ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അതിനുശേഷം എനിക്ക് ഒരുപാട് അവസരങ്ങൾ ദൈവം തന്നി. കൃപയിൽ വളരുവാൻ ഞാൻ ഒന്നും ചെയ്തില്ല, ദൈവം എന്നെ വളർത്തുകയായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ കൂടെ ഒരുപാട് പെന്തിക്കോസ്ത ആൾക്കാർ പിന്നീട് വരുമ്പോൾ ഞാൻ അവരെ സ്വീകരിച്ചത് കൊണ്ടാണ്. അതിനു മുമ്പ് വന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ അവർക്കൊന്നും ചെവി കൊടുത്തിരുന്നില്ല. അതിനുശേഷം ഞാൻ തെരുപ്പത്തൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയി. അന്ന് ഉപവാസം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഓർക്കുന്നത് ഞാൻ ആചരിക്കും പോലെ നൊയമ്പാണെന്നാ. അങ്ങനെ പോയി 3 ദിവസം അവിടെ പട്ടിണി കിടക്കേണ്ടി വന്നു. അവിടെ ആകെ 4 മണിയാകുമ്പോൾ ഒരു ഗ്ലാസ് മോരും വെള്ളം തരും. അതൊക്കെ എനിക്ക് ആദ്യ ദിവസം ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കൃപ എന്നെ അതിനുവേണ്ടി സഹായിച്ചു. അങ്ങനെ മോഹൻ സി ലാസറസ് എന്ന് പറയുന്ന ആ ദൈവദാസനാണ് എനിക്ക് സ്നാനം തന്നത്. ആരും എന്നോട് അന്ന് പറഞ്ഞില്ല സ്നാനം എടുക്കണമെന്നൊന്നും. പക്ഷെ ഈ മീറ്റിങ്ങിന് എല്ലാവരും നിന്നപ്പോൾ എനിക്കൊരു ദൈവത്തിന്റെ പ്രേരണയുണ്ടായി. എൻ്റെ ചെവിയിൽ ഇങ്ങനെ കേൾക്കുക, ഈ ലൈനിൽ പോയിരിക്കുക. അന്നും നമ്മൾ ഈ പറയുന്ന പോലെ ഒന്നുമല്ല, 10,000-3000 പേരാണ് അവിടെ സ്നാനത്തിന് നിൽക്കുന്നത്. ഞാനും പോയി ക്യൂ നിന്നു. അപ്പൊ എൻ്റെ ഒരു സൂപ്പർവൈസറും എൻ്റെ കൂടെയുള്ള 2 ഫ്രണ്ട്സും കൂടെ എൻ്റെ കൂട്ടത്തിലാണ് ഞാൻ പോയിരിക്കുന്നത്. ആദ്യം ഞാൻ പറഞ്ഞു എനിക്ക് തിരിച്ചു പോകണമെന്ന്. അപ്പൊ അവര് പറഞ്ഞില്ല, നീ 6 മണിക്കൂർ തന്നെ ബസ്സിലൊന്നും ഇനി നിനക്ക് ഭാഷ പോലും അറിയാതെ നീ പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ അവിടെ നിന്നത്. അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ എനിക്ക് അവിടെ സ്നാനം എടുക്കുവാനായിട്ട് ഇടയായി. തിരിച്ചു വന്നു അവിടെ തന്നെ ഒരു വിക്ടർ വിമൽ എന്ന് പറഞ്ഞ ഒരു ദേവദാസന്റെ സഭയിൽ എനിക്ക് കൂടി വരുവാനും ആരാധിക്കുവാനും സഹായിച്ചു. ആ സമയത്തൊക്കെ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായെങ്കിലും എനിക്ക് അന്യഭാഷ എന്തുവാണെന്ന് അത്ര അറിയത്തില്ല. എല്ലാവരും അന്യഭാഷയെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു ഒരു ഇത് ശരിയാണോ എന്നുള്ള ഒരു ചോദ്യം എൻ്റെ മനസ്സിലുണ്ട്. കാരണം ഞാൻ അതിനു മുമ്പ് അന്യഭാഷ പ്രാർത്ഥിക്കുന്നവരെയൊക്കെ ഞാൻ കളിയാക്കുമായിരുന്നു. എൻ്റെ വിചാരം എല്ലാം ഇവരെന്തൊക്കെയായി വിളിച്ചു പറയുന്നത്, നെല്ല് കുത്തണം അങ്ങനെയൊക്കെയാണ് ഞാൻ ഇങ്ങനെ ദൂരെ ഉള്ളത് കേൾക്കുന്നത്. അപ്പൊ ഞാനും എൻ്റെ സിസ്റ്ററും കൂടി ഇവരെയൊക്കെ കളിയാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. നെല്ല് കുത്തണം, അവർക്കും മനസ്സിലാകത്തില്ല. ഞങ്ങൾ ഈ നെല്ല് കുത്തണം എന്ന് പറയുമ്പോൾ ഇവർക്കും അറിയത്തില്ലല്ലോ. അത് ആ ഒരു കാര്യം ഞങ്ങൾക്കും അറിയത്തില്ല. അങ്ങനെ അവരെയൊക്കെ പരിഹസിച്ച് നടന്ന എനിക്കൊരു അത്ഭുതമായിരുന്നു. ഇതൊക്കെ സത്യമാണോ, മനുഷ്യരെ കബളിപ്പിക്കാനുള്ള പണികളൊക്കെ അല്ലേ എന്നുള്ള ഒരു ചിന്തയായിരുന്നു. ഞാൻ അങ്ങനെ ഹോസ്റ്റലിൽ ഒരു പ്രെയർ ഉണ്ട്, ചെറിയ ഗ്രൂപ്പ് ഇങ്ങനെ കൂടുന്ന സിസ്റ്റർ ഫ്രണ്ട്സ് ഉണ്ട്. അവരുടെ കൂടെ പോയി ഇരിക്കുമ്പോഴൊന്നും എനിക്ക് കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇതൊന്നും സത്യമല്ല എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, പാസ്റ്ററുടെ അവിടെ രാത്രിയില് ഇതുണ്ട്, അന്യഭാഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയുണ്ട്, നീ അവിടെ വന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചു എന്തുവായാലും ഒന്ന് പോയി നോക്കാന്ന് ഓർത്ത് ഞാൻ അവിടെ പോയി ഇത് ഞാൻ കണ്ടുപിടിക്കാൻ വേണ്ടി കണ്ണു തുറന്നിരിക്കാനുള്ള പ്ലാനിലാണ് ഞാൻ പോകുന്നത്. പക്ഷെ ഞാൻ അവിടോട്ട് ഇരുന്നു. അന്യഭാഷയുടെ ആരാധനയൊന്നും രാത്രി പ്രാർത്ഥന തുടങ്ങിയില്ല. പാസ്റ്റർ പ്രാർത്ഥിച്ചു, ആന്റി പാട്ടുപാടി. ആ സമയം ഞാൻ ചാടി എഴുന്നേറ്റ് ഭയങ്കര ഒരു കാറ്റ് പോലെ എൻ്റെ മേത്തങ്ങ് അടിച്ചിട്ട്
പിന്നെ നമുക്കറിയാലോ, ശക്തമായ കാറ്റടിച്ചാൽ പിന്നെ നിൽക്കാൻ പറ്റത്തില്ല. അതേപോലെ രീതിയിൽ ഞാൻ ആ വലിയൊരു ഹാൾ അവിടെ എല്ലാം ഞാൻ ആ ചാടി, എല്ലാവരും എന്നെ പിടിച്ചിരുത്താം, ഞാൻ ജന്മം ചെയ്തായിരിക്കത്തില്ല. അങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ അന്യഭാഷ ഭയങ്കരമായിട്ട് എനിക്കത് അനുഭവിക്കുവാനായിട്ട് ആ ശക്തി എന്തോ ആണെന്ന് എനിക്ക് എൻ്റെ ശരീരത്തിൽ എനിക്ക് സംശയമായിരുന്ന എന്നെ എനിക്ക് പോലും പിടിച്ചു നിർത്താൻ പറ്റാത്ത വലിയൊരു കൃപ എൻ്റെ മേൽ വന്നു. ക്ലിയർ ആയിട്ടാണ് അന്യഭാഷ അന്ന് എനിക്ക് ലഭിച്ചത്. അതിനുശേഷം ആ പാസ്റ്ററൊക്കെ വളരെ നല്ലതായിരുന്നു. ഹോസ്റ്റലിൽ വരികയും പിന്നീട് എനിക്ക് ഒത്തിരി ഭയമാവ് പോലെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ പാസ്റ്റർ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ഒരു പ്രാവശ്യം ഞാൻ ഓർക്കുന്നുണ്ട്, അവിടെ ഗുഡ് ഫ്രൈഡേ ഒക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം, അയ്യോ ഞങ്ങളുടെ ചർച്ചിലൊന്നും ഇങ്ങനെ അല്ലല്ലോ എന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം പാസ്റ്റർ എന്നോട് പറഞ്ഞു, മിനി ഗുഡ് ഫ്രൈഡേക്ക് പാട്ട് പാടണം. അപ്പം ഞാൻ പറഞ്ഞു, പാസ്റ്റർ എനിക്ക് തമിഴ് അറിയത്തില്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ ഓർത്ത് എന്നെ വിളിക്കത്തൊന്നുമില്ലായിരിക്കും എന്ന് ഓർത്ത്, കാരണം ഒരുപാട് ആൾക്കാരുണ്ട്. ആ, ഞാൻ പറയുന്നതിന്റെ ഉദ്ദേശം എപ്പോഴും ഒരു ദൈവത്തിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ പാസ്റ്റർ കറക്റ്റായിട്ട് എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ ഇതിനു വേണ്ടിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്തുനിന്ന് ഒരു തമിഴ് പാട്ട് പഠിച്ചോണ്ടാ പോയത്. അവിടെ ചെന്നപ്പോ എന്നെ വിളിച്ചെന്ന് കേട്ടപ്പോ ഞാൻ പേടിച്ചിട്ട് എനിക്ക് പിന്നെ പാടാനേ പറ്റത്തില്ല. അപ്പൊ ഞാൻ ആദ്യം വരാതിരുന്നപ്പം പാസ്റ്റർ പിന്നെ വിളിച്ചപ്പം ഞാൻ പോയി ഒരു മലയാളം പാട്ട് അങ്ങ് പാടി. ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന എന്നുള്ള ആ ദൈവസ്നേഹത്തിന്റെ പാട്ട് പാടി. അത് കേട്ടിട്ട് ഒത്തിരി പേര് വന്ന് പറഞ്ഞു, അയ്യോ എന്താ ഒരു പാട്ടായിരുന്നു. ഞാൻ പറഞ്ഞു, അയ്യോ ഞാൻ പാടിയതോ, എനിക്ക് പാടാനേ അറിയത്തില്ല. അപ്പോഴന്നൊക്കെ എനിക്കപ്പോഴൊക്കെ എൻ്റെ മനസ്സിലറിയാം, ഇത് ഞാനല്ല, എന്നിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ്. അത് നമ്മളെ കവിഞ്ഞു വരുന്ന, നമ്മളുടെ ശക്തിയെ നമ്മളുടെ ബുദ്ധിയെ ഒക്കെ കവിയുന്ന വലിയൊരു സാന്നിധ്യം നമ്മളിൽ വന്ന് നമ്മളെ ആളുമാറിയവരെ പോലെ ആക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയാണ് എൻ്റെ ആ ഒരു യഥാർത്ഥ ചാപ്റ്റർ 2 തുടക്കം വരുന്നത്. അതിനുശേഷം അതിനു മുമ്പ് തന്നെ ഞാൻ വിവാഹം കഴിച്ചിരുന്നത് ഞങ്ങളുടെ ഒരു മർത്തോമ പള്ളിയിൽ വെച്ചാണ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിരുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ എൻ്റെ ഹസ്ബൻഡ് സൗദിയിൽ വെച്ച് സ്നാനമെടുത്തതായിരുന്നു. പുള്ളി എന്നോട് എന്തെങ്കിലും സ്നാനത്തെ പറ്റി പറയാൻ വരുമ്പോഴേ ഞാൻ പറയും, ഈ കാര്യം എന്നോട് പറയവേ വേണ്ട, വേറെ എന്ത് വേണേ പറഞ്ഞോ, ഈ കാര്യം പറയണ്ട എന്ന് പറയുമ്പം പുള്ളി അനങ്ങാതിരിക്കുമായിരുന്നു. പക്ഷെ പുള്ളി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സൗദിയിലോട്ട് വരുവാനായിട്ട് ഇടയായി. സൗദിയിൽ വന്നത് ഞാൻ ഹഫൂഫിലാണ് വന്നത്. ഹഫൂഫിൽ നിന്ന് ഞാൻ ദമാമി വന്നു. അതൊക്കെ വലിയൊരു കഥ എന്ന് പറഞ്ഞാൽ വലിയൊരു ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ഹഫൂഫിലാണ് എനിക്ക് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ നിന്ന് അവർ പറയുന്നിടത്തേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അവിടെ എത്തിച്ചു 4 മാസം കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് എന്റെയും വേറെ എൻ്റെ കൂട്ടത്തിൽ 2 പേരൂടെ ഉണ്ട്. അവരുടെ 2 പേരുടെയും ഈ സർട്ടിഫിക്കറ്റ്സും പേപ്പേഴ്സ് എല്ലാം കൂടെ ദമാമിലാണ് പോയിരിക്കുന്നത്. ഈസ്റ്റേൺ പ്രോവിൻസുകളൊക്കെ ഉണ്ട് അവിടെ. അവരങ്ങനെ ഞങ്ങളെ അവിടെ കൊണ്ടുവന്നിരുത്തി. അവരെല്ലാരും പറഞ്ഞു, അയ്യോ അവര് ബന്ധുക്കളുടെ അടുത്താ കൊണ്ടുവന്നേ, അവര് കൊല്ലും, ഇലക്ട്രിസിറ്റി ഇല്ല, അങ്ങനെ ഉപദ്രവിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഒത്തിരി പേര് ചേച്ചിമാരിങ്ങനെ ദമാം സെൻട്രലി ഹസ്ബൻഡ് ഉള്ളവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഹഫൂഫിന്ന് ദമാമി വരാൻ. ആദ്യം അവരൊക്കെ സമ്മതിച്ചു. അതിനുശേഷം അവർ പോയി തിരക്കി, അവരുടെ ഹസ്ബൻഡുമാർ തിരക്കിപ്പം പറഞ്ഞു, ഈ വരുന്ന ഈ 3 പിള്ളേരെ കൊണ്ടുപോകുന്നത് വേറെ എങ്ങാണ്ടാണെന്ന് പറഞ്ഞപ്പം പിന്നെ അവരെല്ലാം വിത്ഡ്രോ ചെയ്തു. പിന്നെ ഞങ്ങളെ കൊണ്ടുപോയപ്പം എൻ്റെ ഹസ്ബൻഡിന് ഞാൻ ഭയങ്കര കരച്ചില്. അപ്പോഴ് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു. ആ പിള്ളേർ എൻ്റെ കൂടെ ഉള്ളവർ പ്രാർത്ഥിക്കുന്നതല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി നമുക്കൊരു ആശ്രയമില്ല, നമുക്ക് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ആ വണ്ടിയിൽ ഇരുന്ന് മോളോട്ട് നോക്കുമ്പം മണലാരുണ്യമല്ലേ, ഡെസേർട്ടാണ്. അപ്പൊ മോളോട്ട് നോക്കുമ്പം ആകാശമുണ്ട്, ഞങ്ങളും ഈ വണ്ടിയും ഉണ്ട്. ഈ മനുഷ്യനെ എവിടെ കൊണ്ടുപോകുന്നതെന്ന് പോലും അറിയത്തില്ല. ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു. അവിടെ ചെന്ന് നിന്നത് എവിടെയാണെന്നറിയാമോ? ദമാം സെൻട്രലില്. ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് അവിടെ ചെന്നു. ഇവിടെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി ചെന്നപ്പം എങ്ങനെയോ പുള്ളിക്ക് അവിടുത്തെ ഒരു വലിയൊരു ഡയറക്ടറിനെ കാണാൻ വേണ്ടി പറ്റി. ആ പുള്ളി എഴുതി ഒരു അറബിയിൽ ഒരു പേപ്പർ കൊടുത്തു. ഈ പേപ്പറും കൊണ്ട് എൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞു. പക്ഷെ എങ്ങനെ എൻ്റെ കയ്യിൽ പേപ്പർ തരും? ഹോസ്റ്റലിലൊക്കെ ഉള്ളവർക്ക് നമ്മളെ അങ്ങോട്ട് വൈഫാന്നൊന്നും പറഞ്ഞ അന്നേരമൊന്നും കാണിക്കാൻ അവർ സമ്മതിക്കത്തില്ല. അപ്പൊ എൻ്റെ ഹസ്ബൻഡ് ആ പേപ്പർ അവിടെയുള്ള ഒരു മലയാളി ഇങ്ങനെ ആരുടെയോ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരാൾ വരും, ഇപ്പം കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ദൈവത്തിന്റെ കൃപയെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ആ പേപ്പർ, ഈ സംഭവമൊന്നും എനിക്കറിയത്തില്ല. ഞങ്ങൾക്ക് തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ആ സമയത്ത് ഇല്ലല്ലോ, ഈ ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട്. ആ ഒരു മനുഷ്യൻ വന്നിട്ട് പാത്ത് തന്നു. കാരണം ആ മനുഷ്യൻ എന്നോട് സംസാരിച്ചെന്ന് അറിയുമ്പോഴേ ചിലപ്പോൾ അയാളുടെ എൻ്റെ തലയും പോകും. അങ്ങനെയൊക്കെയാണ് അന്നത്തെ ആ നിയമങ്ങളൊക്കെ. അയാൾ പാത്ത് എൻ്റെ കയ്യിൽ ഒരു പേപ്പർ തന്നിട്ട് പറഞ്ഞു, നിന്റെ ഹസ്ബൻഡ് തന്നെയാന്ന് പറഞ്ഞു.
എന്നിട്ട് ഇന്ന റൂമിൽ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ റൂമിൽ ഒരു റൂമിൽ പോയപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ ഡയറക്ടറാണ് അവിടെ ഇരിക്കുന്നത്. അവിടെ കൊണ്ട് കൊടുത്തു. അയാൾ അത് വാങ്ങിച്ചിട്ട് എന്നോട് ചോദിക്കുക, നിനക്ക് എവിടെ പോകണം എന്ന് ചോദിക്കുക. ഞാൻ ഒരുമാതിരി ഷോക്കായിട്ട് കണ്ണ് തള്ളിപ്പോയി. ഞാൻ ഓർക്കുമോ, ദൈവമേ ഇയാൾ എന്തുവാ, എനിക്ക് ഇഷ്ടമുള്ളിടത്ത് പൊക്കോളാന്ന് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ എനിക്ക് ഇവിടുത്തെ ഹോസ്പിറ്റലൊന്നും അറിയത്തില്ല, ഇവിടുത്തെ ഏതെങ്കിലും ഒരു നല്ല ഹോസ്പിറ്റൽ ഇവിടുത്തെ സെൻട്രലായിട്ട് ഒരിടത്ത് തന്നെ എന്നെ വിടാവോ എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, ഓക്കെ നിന്നെ സെൻട്രലിൽ വിടാം, നീ ഹാപ്പിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല, എൻ്റെ കൂട്ടത്തിൽ 2 പേരൂടെ ഉണ്ട്, അവരെയും ദൂരെ വിടല്ല, അവരെയും ഇവിടെ തന്നെ വിടണം എന്ന് പറഞ്ഞു. അങ്ങനെ അവരെയും അപ്പൊ ആ പുള്ളി പറഞ്ഞു, ഇത്രയും പേരെ കൊണ്ടുവരാനുള്ള സ്ഥലമൊന്നും ഈ ഹോസ്പിറ്റലില്ല. ഞാൻ പറഞ്ഞു പ്ലീസ് അവരെ കൂടെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ വേറെ 2 ഹോസ്പിറ്റലിൽ അവിടെ തന്നെ വിട്ടു. അപ്പൊ അത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഹഫൂഫിലുള്ള ദമാമിലോട്ട് വരുന്നവരെല്ലാവർക്കും കൂടെ ഭയങ്കര സങ്കടമായി. ഇതാണ് പ്രാർത്ഥനയുടെ ഫലം എന്ന് പറയുന്നത്. ഏതൊരു മനുഷ്യനെയും മാറ്റുവാൻ തക്കവണ്ണമുള്ള ഒരു ദൈവകൃപ എന്ന് പറയുന്നത്. രാജാവിന്റെ ഹൃദയം എവിടെയാണ് ഇരിക്കുന്നത്? മാൻനീർത്തോട് പോലെ കർത്താവിന്റെ കയ്യിൽ, എൻ്റെ ദൈവത്തിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. നമ്മൾ കരഞ്ഞാൽ കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് എത്രയോ പ്രാവശ്യം എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾക്ക്, എൻ്റെ ഹസ്ബൻഡ് ജുബൈയിലാണ് പിന്നെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ഒരു വലിയൊരു കമ്പനിയിൽ ഒരു മാനേജറായിട്ടാണ് ജോലി ചെയ്തത്. വലിയ കമ്പനി എന്ന് വെച്ചാൽ ജുബൈയിലെ ഏറ്റവും വലിയ കമ്പനിയാണ്. ഒരുപാട് പല സെഷൻസും അവിടുത്തെ ആ പുള്ളിയുടെ ബ്രദേഴ്സൊക്കെ അവിടുത്തെ മേയറും ഒക്കെ ഉള്ള വലിയൊരു കമ്പനിയിലാണ്. അപ്പൊ എല്ലാവരും വിചാരിച്ചത് എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര ഒരു സാന്നിധ്യം, എന്തുവാ വലിയ പവറും കൊണ്ട് കിട്ടിയതാണെന്നൊക്കെ വിചാരിച്ച. ഞാൻ എല്ലാവരോടും പറഞ്ഞു അങ്ങനെയല്ല, ഇത് ദൈവത്തിന്റെ വലിയൊരു പ്രവർത്തനം കൊണ്ടാണ്. അതിനുശേഷം ഞങ്ങൾക്ക് ജുബൈലിലോട്ട് വരണമായിരുന്നു. അപ്പോഴേ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ന് എനിക്ക് അറിയത്തില്ല, ആ സമയത്ത് വലിയൊരു എമൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ ട്രാൻസ്ഫർ ഒക്കെ വന്നാലേ കൊടുക്കാൻ പറ്റുള്ളൂ വേറൊരു സ്ഥലത്തോട്ട് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ മാസങ്ങൾക്കകം എന്നെ ജുബൈലി വിട്ടു. അതും എൻ്റെ ഹസ്ബൻഡ് ഈ ഡയറക്ടറോട് ഒന്ന് പറഞ്ഞു, അങ്ങനെ അറിയുന്നതും ഒന്നുമല്ല. പക്ഷെ ദൈവത്തിന്റെ ഒരു വലിയൊരു പ്രവർത്തനം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായതിന്റെ പേരിൽ അങ്ങനെ ഞങ്ങൾക്ക് ജുബൈലിലോട്ട് പോകാനായിട്ട് സാധിച്ചു. അവിടെ ചെന്നതിന് ശേഷം പ്രാർത്ഥന ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടില് പല ദിവസങ്ങളിലായിട്ട് പ്രാർത്ഥന, ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ വീടുകളിലൊക്കെ പ്രാർത്ഥന. അന്ന് പ്രാർത്ഥന അലൗഡ് അല്ലെങ്കിൽ പോലും നമ്മൾ അങ്ങനെ സീക്രട്ട് ആയിട്ടുള്ള പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം എൻ്റെ ഹസ്ബൻഡ് ബഹ്റിനിലൊരു ബിസിനസ്സിന് വേണ്ടി കടന്നു വരുവാനായിട്ട് ഇടയായി. ആ സമയത്ത് ഞങ്ങൾ ഫാസ്റ്റിംഗ് ഒക്കെ എടുത്തിട്ടാണ് ബഹ്റിനിൽ കടന്നു വന്നത്. ഈ കർത്താവ് ഇത് വേണമോ, ഇത് നിന്റെ ഹിതമാണോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഫാസ്റ്റിംഗ് എടുത്ത് ശേഷം ഹസ്ബൻഡ് ബഹ്റിനിൽ കടന്നു പോയപ്പോൾ ഞാനും കുഞ്ഞുങ്ങളും തന്നെയായി. ഞാൻ മിനിസ്ട്രിയിലായതുകൊണ്ട് എനിക്ക് തന്നെ അവിടെ താമസിക്കാൻ പാടില്ല എന്ന നിയമമുണ്ട്. അതുകൊണ്ട് ഞാൻ ഹോസ്റ്റലിലോട്ട് മൂവ് ചെയ്തു. ഞാനും 2 കുഞ്ഞുങ്ങളും കൂടെ തന്നെ ഒറ്റയ്ക്ക് അത് അവിടുത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാനൊരു വലിയൊരു രീതിയിലാണ് എൻ്റെ ഹസ്ബൻഡിന്റെ ആ സ്റ്റാറ്റസിൽ ജീവിച്ചു വന്നത്. അതിനുശേഷം ഹോസ്റ്റലിൽ ചെന്നപ്പം ജസ്റ്റ് ഒരു മുറി, കോമൺ ആയിട്ടുള്ള കിച്ചന്, ഒരു മുറിക്കകത്ത് ഒരു ടോയ്ലറ്റും ഉണ്ട്, എനിക്ക് 2 കുഞ്ഞുങ്ങളും ഒരു ബെഡും ഉണ്ട്. അതെനിക്ക് എല്ലാം കൊണ്ടും ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, എനിക്ക് ഹെൽപ്പില്ല, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടായി. ആ സമയത്ത് ഞാൻ നിലവിളിക്കാൻ തുടങ്ങി. അന്ന് വരെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയല്ല ആ പ്രാർത്ഥന എന്ന് ഈ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ കണ്ണുനീരിന്റെ, ആ പ്രതികൂലത്തിന്റെ, ഞെരുക്കത്തിന്റെ ഒരു പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥിച്ച സമയത്ത് ഒരു ലേഡി, സെലിൻ എന്ന് പറഞ്ഞ ആള്, ടങ്കിൽ ക്യാൻസർ വന്ന് അവള് ഹീലായതാണ്. അവൾ നേഴ്സായിരുന്നു. എന്നാൽ ആ ഹീലിംഗ് കിട്ടിയത് കൊണ്ട് ഈ ദൈവത്തെ സ്തുതിക്കുവാൻ, ഈ ദൈവത്തെ പറ്റി ഗോസ്പൽ ചെയ്യുവാൻ വേണ്ടി ആ സമയത്തൊക്കെ ഇന്നത്തെ സൗദി അല്ല അന്നൊക്കെ പതുക്കെ അവള് 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്ന് ഓരോരുത്തടത്ത് പറയും. അപ്പൊ പലപ്പോഴും പുള്ളിക്കാരിക്ക് എന്നെയാണ് കിട്ടുന്നത്. അപ്പൊ എനിക്ക് ആകെപ്പാടെ അറിയാവുന്ന പ്രാർത്ഥിക്കണം, അന്യഭാഷയിൽ ആരാധിക്കണമെന്നേ ഉള്ളൂ. വലിയ കൃപാവരങ്ങളെ പറ്റി ഒന്നുമുള്ള ഒരു അറിവും വിവരവും ഒന്നും എനിക്കില്ല. ഈ സമയത്ത് ഈ പുള്ളിക്കാരി വന്നിട്ട് എന്നോട് ദൈവം ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയും. അപ്പൊ ഞാനതൊക്കെ ഭയങ്കര ഇഷ്ടമാക്കി കേൾക്കാൻ. അപ്പൊ ഞാൻ ഓർക്കും, സെലിനോട് അങ്ങനെ പറഞ്ഞെങ്കിൽ കർത്താവ് എന്നോട് പറയണം. ഞാൻ ദിവസവും കരച്ചിലാണ്, കാരണം എൻ്റെ ഈ വിഷമ സാഹചര്യം കൊണ്ട് തന്നെ ഞാൻ കരയുന്നത്. ആ സമയങ്ങളിൽ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ, ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിലുള്ള പ്രതികൂലങ്ങൾ ദൈവം തന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവനാമത്തിന്റെ മഹത്വത്തിനാണ്. ദൈവം നമ്മെ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. നമുക്ക് ചിലപ്പോഴൊക്കെ ഞെരുങ്ങേണ്ടി വരും. കാരണം സുഖമായിട്ടങ്ങിട്ട് ഇരുന്നാൽ കർത്താവിന് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും പ്രാർത്ഥനയ്ക്ക് വ്യത്യാസമുണ്ട്.
ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്നവർക്ക് യഹോവ സമീപസ്ഥനെന്നാണ് പറയുന്നത്. അങ്ങനെ ഞാൻ ഈ സെലിൻ കെറിനെ പറ്റി സെലിൻ പറയുന്ന ഈ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ വരുവാനായിട്ട് ആഗ്രഹിക്കുകയും ഞാനത് കർത്താവിനോട് ചോദിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ആ സമയങ്ങളിൽ കർത്താവ് ഒരുപാട് വചനവുമായിട്ട് എന്നോട് ഇടപെടുവാനായിട്ട് ഇടയായി. യഹോവേ, അപ്പൊ ഞാൻ ഒരു ദിവസം കഴിയുമ്പോൾ കർത്താവിനോട് ചോദിക്കുക, യഹോവേ, നിന്റെ പ്രവർത്തികൾ എത്ര വലിയവയാകുന്നു, മൃഗപ്രായനായ മനുഷ്യൻ അത് അറിയുന്നില്ല, മൂടൻ അത് ഗ്രഹിക്കുന്നുമില്ല. ഞാനത് പാടിയിട്ടൊക്കെ ഉണ്ട്, യഹോവേ നിൻ പ്രവൃത്തികൾ വലിയവയേ, അങ്ങനത്തെ പാട്ടൊക്കെ എനിക്ക് പാടിയിട്ടുണ്ട്. പക്ഷെ എന്റെ ഗ്രഹിച്ചിട്ടേ ഇല്ല സത്യം പറഞ്ഞ. പക്ഷെ അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ വചനം, ഇത് സംസാരിക്കുന്ന വചനമാണെന്ന്, അത് എത്ര ഇതായിട്ടാണ് നമ്മൾ തമ്മി സംസാരിക്കുന്ന പോലെ, ഓ ഞാനൊരു മൃഗതുല്യനാണ്, ഞാനൊരു മൂഢനായിട്ടാണ് കർത്താവിനെ കാണുന്നേ എന്നുള്ള ആ ഒരു ഇത് വരുമ്പോ ഇന്ന് ഞാൻ പറയുന്ന പോലെ ഒന്നുമല്ല. അന്ന് എനിക്ക് മനസ്സിലായി കർത്താവിന്റെ സംസാരം എന്ന് പറയുന്നത് പ്രാണനെ തുളച്ചു കയറിക്കൊണ്ടാണ് നമ്മളോട് സംസാരിക്കുന്നത്. അങ്ങനെ ആ വചനം എനിക്ക് തിന്നാനൊരു ആഗ്രഹം, വായിക്കാൻ ആഗ്രഹം. അങ്ങനെ ഞാൻ ഒരുപാട് ഇത് വായിക്കും. രാത്രി എനിക്ക് ഉറക്കമില്ലാതിരുന്നിരുന്ന് പിറ്റേ ദിവസം ജോലിക്ക് പോകണമെങ്കിലും കുഴപ്പമില്ല, ഞാനിത് വായിക്കും. ചിലപ്പോൾ ജോലിക്ക് കഴിഞ്ഞ് ഓടി വന്നിട്ട് എനിക്ക് കുളിക്കാനേ ഇഷ്ടമില്ല. പിള്ളേരുള്ളതുകൊണ്ട് കുളിക്കാൻ ഇരിക്കാനും പറ്റത്തില്ല, ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നില്ല. കാരണം അത്രയും സമയം എനിക്കിതൊന്ന് വായിച്ചെന്ന് തിന്നാനുള്ള ആ വിശപ്പെന്ന് പറഞ്ഞ അതുപോലെ ഒരു രീതിയിൽ. അങ്ങനെ രാത്രികളിൽ ഞാനിരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് അടുത്തുള്ള ആൾക്കാർ പ്രാർത്ഥനയ്ക്ക് വന്നു. അപ്പൊ ഞാൻ ആദ്യമൊക്കെ പറയില്ലേ ഞാൻ പ്രാർത്ഥിക്കുന്നില്ലെന്ന്. കാരണം ഹോസ്റ്റലല്ലേ, ഒത്തിരി പേരുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ഈജിപ്ഷ്യൻസ് ഉണ്ട്. അങ്ങനെ ഇങ്ങനെ ഒരു ഡോമറ്ററി പോലത്തെ വെറി സിംഗിൾ റൂമുകളൊന്നും അല്ല, അങ്ങനെ കിടക്കുന്ന ഇതാ. അപ്പൊ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കഴുത്ത് പോകല്ലോ എന്ന് ഓർത്തിട്ട് എൻ്റെ കയ്യിൽ ബൈബിളും ഉണ്ട്. അപ്പൊ ഞാൻ ഈ കർത്താവ് പറയുന്ന എല്ലാം ഞാനിവിടെ എഴുതി പിന്നെ അടിവരയൊക്കെ ഇട്ടിട്ട് ഞാനിങ്ങനെ ഈ ഡേറ്റും എല്ലാം സാഹചര്യങ്ങളും ഒക്കെ ഇങ്ങനെ എൻ്റെ ബൈബിൾ ഇപ്പോഴും ആ സെയിം ബൈബിൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന അന്നത്തെ ബൈബിള് തന്നെയാ. അതങ്ങനെ എഴുതി വെക്കും. അപ്പോഴേ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അങ്ങനെ ആൾക്കാർ വന്നു. പിന്നെ ഞാനത് സമ്മതിച്ചു, അതെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥന തുടങ്ങി. എൻ്റെ റൂമിൽ തിങ്ങി കൂടിയിട്ട് സ്ഥലമില്ലാഞ്ഞിട്ട് വേറൊരു റൂമിലോട്ട് പ്രാർത്ഥന മാറ്റി. ഈ വരുന്നവരാരും രക്ഷിക്കപ്പെട്ടവരൊന്നും അല്ല, ആകെ ഒരാളെ വരായിരുന്നു എൻ്റെ കൂട്ടത്തില്, ബാക്കി എല്ലാവരും കാത്തലിക്സും ഒക്കെയാണ്. ഈ ആ ഒരു രാജ്യത്ത് അന്ന്, ആ മുസ്ലിം രാജ്യത്ത് അവരുടെ ഇടയിൽ ഒരുപാട് ആരാധിക്കുവാൻ, പാട്ടുപാടി, ശബ്ദം ഉയർത്തി പാട്ടുപാടി ആരാധിക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. അതാണ് എൻ്റെ ഞെരുക്കത്തിൽ ദൈവം എന്നെ വളർത്തുകയായിരുന്നു. ഞാൻ അല്പം ഞെരുങ്ങി, ഞാൻ ബുദ്ധിമുട്ടി, ശരിയാണ്. പക്ഷെ ദൈവകൃപ അറിയണമെങ്കിൽ നമ്മൾ ആ പ്രയാസത്തിൽ കൂടി പോയി ദൈവത്തെ ഒന്ന് വിളിക്കണം. ജോനാവ് കർത്താവിനെ അറിഞ്ഞത്, കൂടുതൽ അറിഞ്ഞത് ആ വയറ്റി കിടന്ന് അവൻ ഞെരുങ്ങി പെടഞ്ഞപ്പോഴാണ്. കർത്താവെ അയ്യം വിളിച്ചു. അതുപോലെ ദൈവം എന്നെ അയ്യം വിളിപ്പിച്ചപ്പോൾ ദൈവത്തിന്റെ കൃപ ഇറങ്ങി വന്ന് അനേകർക്ക് അത് വിളമ്പിക്കൊടുക്കാനായിട്ട് ഇടയായി. അതിനകത്ത് പ്രത്യേകം പറയാനുള്ളത്, എൻ്റെ ഒരു ഫ്രണ്ടിന് അവിടെ അപ്പോഴേ ക്യാൻസർ ഉണ്ടായി. ക്യാൻസർ, അവൾ പേര് പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ പറയുന്നില്ല. ക്യാൻസർ ഉണ്ടായി. ആ സമയത്ത് കാത്തലിക് കുട്ടിയാണ്. ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചു പ്രാർത്ഥിച്ചു. എയിംസിൽ പോയി ട്രീറ്റ്മെന്റ് എടുത്തു. അന്ന് ഡോക്ടർ പറഞ്ഞത് കല്യാണം കഴിച്ചാൽ കുട്ടികളൊന്നും ഉണ്ടാകത്തില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. കാരണം മൊത്തം തൈറോയിഡും മാറ്റി, മെറ്റാസ്റ്റേസിസ് അമ്മാതിരിയുള്ള വലിയ ക്യാൻസർ ആയിരുന്നു, ബിനൈൻ അല്ലായിരുന്നു. അങ്ങനെ മാറ്റി. പക്ഷെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ കൃപയാൽ അവൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അവരിപ്പോ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുന്നു. ഇതാണ് ദൈവത്തിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഒത്തിരി അത്ഭുതങ്ങളുണ്ടായി. ഞങ്ങൾ ആരും വലിയ ആൾക്കാരും ഒന്നും അല്ല, ഞങ്ങൾക്ക് ഒന്നും അറിയാൻ വയ്യാത്തവരായിരുന്നു. പക്ഷെ ദൈവം ആരുടെ ഇടത്തും ഇറങ്ങി വരും. ഒരു കഴുതയെ കൊണ്ട് വായ തുറപ്പിച്ച ദൈവത്തിന് എന്താണ് പ്രയാസം? അങ്ങനെ നമ്മളുടെ കൃപയോ നമ്മളുടെ കഴിവൊന്നും ഒന്നുമല്ല. ദൈവം ഒരു മനുഷ്യനിൽ ഇറങ്ങി ആരെയും ദൈവം ഉപയോഗിക്കും. അങ്ങനെ സാധാരണക്കാരിയായി എന്നെ, വേറൊരു സ്ത്രീയെ എൻ്റെ റൂമിൽ കൊണ്ടുവന്ന് എന്നെ പഠിപ്പിച്ചിട്ട് എന്നെ ഉപയോഗിച്ച ഒരു ദൈവമാണ്. ഹല്ലേലൂയ. അതിനുശേഷം എന്നെ ദൈവം ആ സമയത്ത് തന്നെ ഞാൻ വെറും സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം തന്നെയല്ല എനിക്ക് അനുഭവമായിട്ടുള്ളത്. ആ സമയത്ത് ഞാൻ ബെസ്റ്റ് നേഴ്സായിരുന്നു സൗദി അറേബ്യ മിനിസ്ട്രി ഓഫ് ഹെൽത്തിലെ. റിസർച്ചിന് എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. അപ്പോൾ നമുക്ക് എല്ലാം തരുന്ന ഒരു ദൈവമാണ്, എല്ലാം പുറകെ വരുന്നതാണ്. ആദ്യം നമ്മൾ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ ബാക്കിയൊക്കെ പുറകെ വരും. അങ്ങനെ ഞാൻ എനിക്ക് അവിടെ നിന്ന് പോകാൻ പിന്നെ വിഷമമായി. അതിനുശേഷം ഞാൻ ബഹ്റിനിലോട്ട് വന്നു. ബഹ്റിനിൽ വന്നിട്ട് എനിക്ക് ഇവിടെയും ബഹ്റിനിലും എനിക്ക് മിനിസ്ട്രി ഓഫ് ഹെൽത്തിലും അവിടെ മിലിറ്ററിയിലും ജോലി കിട്ടി. എന്നാൽ ഞങ്ങൾ മിലിറ്ററിയിൽ കയറാനാണ് താല്പര്യപ്പെട്ടത്.
അങ്ങനെ മിലിറ്ററിയിൽ ഞാൻ അവിടെ ജോയിൻ ചെയ്തു. അവിടെ വെച്ച് ഒരു ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി. ഞങ്ങൾ തേഴ്സ്ഡേ പ്രെയർ ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഒരു പ്രെയർ ഫെലോഷിപ്പിലാണ് ഞാൻ ആദ്യം പൊക്കൊണ്ടിരുന്നത്. ആ, ആ, അവിടെ എല്ലാവരും ബാപ്റ്റിസം എടുത്തവരൊന്നുമല്ല. എന്നാൽ ആ കുറച്ചു പേര് ഇങ്ങനെ ഞങ്ങൾക്ക് ഒരു ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവര് അവിടെ വന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ എല്ലാ ദിവസവും തന്നെ, ഞങ്ങളുടെ വീട്ടിലും മറ്റു പല വീടുകളിലും ഒക്കെ നല്ല ഒരു അറ്റ്മോസ്ഫിയർ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. കർത്താവിനെ അറിയുവാൻ എനിക്ക് ഒരുപാട് അവസരങ്ങൾ ആ ഒരു കൂട്ടായ്മയിൽ കൂടി എനിക്ക് ഉണ്ടായി. ആ സമയത്ത് ഞാൻ ഓർക്കുകയാണെങ്കിൽ, ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുക. ACLS ഞാൻ ആദ്യം ഫസ്റ്റ് ടൈമാണ് അവിടെ എഴുതുന്നത്. ആ സമയത്ത് ഞാനിങ്ങനെ ബുക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട് ഒത്തിരി പേര് ഫെയിൽ ആകുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ രാവിലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കാണുന്നത് എൻ്റെ ഫ്രണ്ട് ഡോർ ഇങ്ങനെ തുറന്നു കിടക്കുന്നു. ഞാൻ എൻ്റെ ബെഡ്റൂമിൽ ഇരുന്ന് പഠിക്കുകയാണ്. ഫ്രണ്ട് ഡോർ തുറന്നു കിടക്കുന്നു. അതിനകത്തൂടെ ഇങ്ങനെ ലൈറ്റ് കയറി വരുന്നു. ഞാൻ കാണുന്നത് കള്ളൻ കയറി ഒരു ചെറുക്കൻ വരുന്നു. ഒരു 15-16 വയസ്സുള്ള ഒരു ചെറുക്കൻ അകത്ത് കയറി വരുന്നു. അപ്പോഴും ദൈവാത്മാവ് എന്നോട് പറയുവാണ്, കള്ളൻ കള്ളൻ കള്ളൻ. അപ്പൊ ഞാൻ ഓർത്തു, അയ്യോ, ഞാൻ എന്താണ് ഇത് കാണുന്നത്? ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക, ബുക്കുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുകയൊന്നുമല്ല, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് കാണുന്നത്. ഞാൻ പെട്ടെന്ന് ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, നമ്മുടെ വീട്ടില് ഒരു കള്ളൻ കയറുന്നു. എന്നിട്ട് ചോദിച്ചു, നീ എന്താ ഈ പറയുന്നത്? അതിനവിടെ വീട്ടിൽ എന്തോ ഇരിക്കുന്നു കള്ളൻ കൊണ്ടുപോകാൻ? ഞങ്ങൾക്ക് ആകെ അപ്പാടെ ഒരു ഫ്രിഡ്ജോ AC വല്ലതും ഒക്കെ ഉണ്ട്, അത് വേണേ എടുക്കത്ത് കൊണ്ട് പോട്ടെന്ന് പറയും. അപ്പൊ എന്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നി, അതല്ല, ആ സമയത്താണ് ഞങ്ങളൊരു വണ്ടി വാങ്ങിച്ചത്, പുതിയത് വാങ്ങിച്ചത്. ഞാൻ പറഞ്ഞു, നമുക്കൊരു വണ്ടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞു, പുതിയ വാങ്ങിച്ച്. അന്നേരം പറഞ്ഞു, അതെങ്ങനെയാ കള്ളൻ എങ്ങനെ ആ വണ്ടിയും കൊണ്ട് പോകും എന്ന് പറഞ്ഞു. എങ്കിലും പുള്ളി അവിടുന്ന് എവിടുന്നോ സഹിച്ചാനും എന്തോ ഇങ്ങനെ ഹാൻഡ് ബ്രേക്കുമായിട്ടുള്ള ഞാനത് പറഞ്ഞതുകൊണ്ട്, ഞാനിങ്ങനെ പറയുന്നതൊക്കെ പുള്ളിക്ക് അറിയാം. അതുകൊണ്ട് എന്തോ ഇങ്ങനെ സ്റ്റിയറിംഗ് കൂടെ ചേർത്ത് എന്തോ ചെയ്യാൻ വേണ്ടിയിട്ട് ലോക്ക് ചെയ്യുന്ന എന്തോ സാധനം വാങ്ങിച്ച് വണ്ടിയിൽ ഇട്ടിട്ട് എന്നോട് പറഞ്ഞു, നീ അത് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അന്ന് ആ രാത്രിന് ശേഷം 4 മണിക്ക് സഹിച്ചാൻ ജോലിക്ക് പോകാൻ ഇറങ്ങി ചെന്നപ്പോൾ ഞങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗങ്ങളൊന്നുമില്ല. ഈ വണ്ടിയുടെ ലോക്ക് ചെയ്ത് വെച്ചിട്ട് അവര് വണ്ടി കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചതാണ്. പക്ഷെങ്കിൽ ഈ ലോക്ക് ഉള്ളത് കൊണ്ട് അവർക്ക് അത് കൊണ്ടുപോകാൻ പറ്റിയില്ല. തുറന്നിട്ട് ഇങ്ങനെ ആ വൈപ്പറിന്റെ സാധനവും കുറെ സാധനവും എല്ലാം കൊണ്ടുപോയി. അപ്പൊ അതിലും ഇപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവേ, കള്ളനെ കാണിച്ചു തന്നു, ഇതൂടെ ഒന്ന് തടയാമായിരുന്നല്ലോ, വയ്യായോ എന്നൊക്കെ എടുത്ത് നമ്മളിങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പം ഞങ്ങൾ പോലീസിൽ കൊണ്ടുപോയി. പോലീസ് പറഞ്ഞു, ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് ആരെയും അറിയാമോ എന്ന് നമ്മളോട് ചോദിക്കുകയാണ്, നമ്മൾക്ക് ആരെയാ അറിയാവുന്നത്? അങ്ങനെ അവര് പറഞ്ഞു, നിങ്ങൾ വണ്ടി തിരിച്ചു കൊണ്ടുപോകും. ഈ വണ്ടി തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ വീണ്ടും കൊണ്ടുവന്ന് അവിടെ ഇടുമ്പോൾ ജസ്റ്റ് സാധാരണ ക്ലോസ് പാർക്കിംഗ് ഒന്നും അല്ല, നമ്മുടെ വീടിന്റെ താഴത്തെ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഗ്രൗണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇടുന്നേ. അപ്പൊ അവർക്ക് ഈസിയായിട്ട് മനുഷ്യർക്ക് കട്ടുകൊണ്ട് പോകാനായിട്ട് പറ്റും. അപ്പൊ ഇത് റിപ്പയർ ചെയ്യണമെങ്കിൽ ഞങ്ങൾ അവിടെ ചോദിച്ചപ്പം 400 ദിനാർ വേണം. അന്ന് 400 ദിനാർ എന്ന് പറയുന്നത് ഒരു വലിയ എമൗണ്ട്, എൻ്റെ 2 മാസത്തെ പൈസയൊക്കെ. അപ്പോഴ് ഞങ്ങൾ ഓർത്ത്, ഇനിയിപ്പോ എന്താ ചെയ്യുന്നേ? ഞങ്ങൾക്ക് ആരോടും കടം ചോദിക്കാനൊക്കെ നാണക്കേട്. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പൈസ ഒന്നുമില്ലേ? നിങ്ങൾ രണ്ടുപേരും ജോലി ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ മനുഷ്യർ പറയത്തില്ലേ? അതുകൊണ്ട് ഞങ്ങൾക്ക് ചോദിക്കാനും ഒരു വിഷമം. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ ആരോടും പൈസയൊന്നും കടം ചോദിക്കണ്ട, നമ്മൾക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. പോലീസുകാർ നമ്മളെ നിർബന്ധിക്കുക ഈ വണ്ടി കൊണ്ടുപോയിക്കോളാനെന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ കൊണ്ടുവന്ന് വീട്ടിൽ ഇട്ടേക്കുക വണ്ടി. അങ്ങനെ ഇപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ എന്തെങ്കിലും ചെയ്യണം, ഞങ്ങളുടെ വണ്ടിയുടെ പുതിയ വണ്ടി അതിന്റെ സാധനം എല്ലാം പറക്കിക്കൊണ്ട് പോയി, ഇനി ഞങ്ങൾക്ക് ഇതൊന്ന് റിപ്പയർ ചെയ്യാനും പോലും പൈസ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ എനിക്കൊരു പേര് തന്നു, അജിത്ത് എന്ന് പറഞ്ഞൊരു പേര്. അപ്പൊ പെട്ടെന്നൊരു മനസ്സിൽ ഇങ്ങനെ ബോധം വരികയാണ്, അതെന്റെ ഒരു ഫ്രണ്ട് സിന്ധു എന്ന് പറയുന്ന ആളുടെ ഹസ്ബൻഡാണ് അജിത്ത് എന്ന് പറയുന്നത്. ആ ആളിന്റെ മുഖം എന്റെ മനസ്സിൽ വരുക, പക്ഷെ പേര് കറക്റ്റായിട്ട് പറഞ്ഞു അജിത്ത് എന്ന്. അപ്പൊ ഞാൻ സച്ചാണ്ട് പറഞ്ഞു, നമുക്ക് അജിത്തിനോട് ചോദിക്കാം. അപ്പം പറഞ്ഞു, അജിത്തിന്റെ കാണുമോ? ഞാൻ പറഞ്ഞു, കാണുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയണ്ട, അജിത്തിനോട് ചോദിക്കാനാ പറഞ്ഞേക്കുന്നേ, അജിത്തിനോട് ചോദിക്കാം. അജിത്ത് ഹിന്ദു ആണ്. അപ്പൊ നമുക്കൊരു ബുദ്ധിമുട്ട് ഇങ്ങനെ ഹിന്ദു ആയിട്ട്. ഞാൻ പറഞ്ഞു, നമ്മൾ പറയണ്ട പൈസ വേണമെന്ന്, നമ്മുടെ വണ്ടി പോയെന്നുള്ളൊരു കാര്യം അവരോടൊന്ന് പറഞ്ഞു നോക്കാൻ പറഞ്ഞു. അങ്ങനെ സച്ചാൻ അജിത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, അജിത്തെ, ഞങ്ങളുടെ വണ്ടി ഇങ്ങനെ കള്ളൻ കൊണ്ടുപോയെന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോ തന്നെ അജിത്ത് ചോദിക്കുക, സച്ചാ പൈസ വല്ലതും വേണോ? അപ്പൊ സച്ചാൻ ചോദിച്ചു, അജിത്തിന്റെ കയ്യിൽ ഉണ്ടോ? ഉണ്ട്, 1000 ദിനാർ വരെ 3 മാസത്തേക്ക് തരാം, അത് മതിയോ എന്ന് ചോദിക്കുക. അപ്പൊ ഒന്ന് ഓർത്ത് നോക്കണം, നമുക്ക് വേണ്ടത് 400 ദിനാറാണ്.
അജിത്ത് തരന്റെ കയ്യിലുള്ളത് 1000 ദിനാർ. അപ്പൊ ദൈവത്തിനറിയാം ആരുടെ കയ്യിൽ പൈസ ഉണ്ട് എന്നൊക്കെ അറിയാം. നമ്മൾ ആരുടെയും കയ്യിൽ കൈ നീട്ടേണ്ട ആവശ്യമില്ല. നമ്മളുടെ ഒരു ബുദ്ധിമുട്ട് ആവശ്യമുണ്ടെങ്കിൽ കർത്താവിനോട് പറഞ്ഞാൽ, നീ മോളിൽ നിന്നൊന്നും കൊണ്ട് ഇറക്കത്തില്ലായിരിക്കും, പക്ഷെങ്കിൽ എങ്ങനെ എന്ത് എപ്പം ചെയ്യണമെന്നുള്ളത് നമ്മുടെ ദൈവം നല്ലതായിട്ട് അറിയുന്ന ഒരു ദൈവമാണ്. വേറെ ആരുടെയും മുമ്പിൽ ദൈവമക്കൾ കൈ നീട്ടേണ്ട കാര്യമേ ഇല്ലെന്ന് എൻ്റെ ജീവിതത്തിൽ നല്ലവണ്ണം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ദൈവത്തിന്റെ സ്നേഹിക്കുന്നവരെ മാനിക്കാനും ദൈവത്തിന് നല്ലവണ്ണം അറിയാം. അത് കാക്കയെ കൊണ്ടും കൊണ്ടു തരും, കഴുതയുടെയും വായ തുറക്കും, എങ്ങനെ വേണം അത് ചെയ്യണമെന്നുള്ളത് ദൈവം നല്ലവണ്ണം അറിയുന്നു. അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളായിരിക്കും. സച്ചാനെ പറ്റി പറഞ്ഞാൽ തന്നെ, സച്ചാൻ അന്ന് അവിടെ ഒരു കമ്പനിയിലെ കയറിയ സമയത്ത് അവിടെ മാനേജറായിട്ട് കയറിയത്, ആ സമയം സച്ചാൻ അറിഞ്ഞു 12 വർഷമായിട്ടുള്ള ഒരു അശോകൻ എന്ന് പറഞ്ഞ ഒരു ഹിന്ദു മനുഷ്യൻ അവിടെ നിൽക്കുന്നു. അയാൾ നാട്ടിൽ പോയിട്ടില്ല, കല്യാണം കഴിച്ചിട്ട് വന്നതിന് ശേഷം. അതിന്റെ കഥ ചോദിച്ചപ്പോഴാണ് പറയുന്നത്, അയാളുടെ ആ കമ്പനിയിൽ ഒരു ഫോക്ക് ലിഫ്റ്റ് ഇങ്ങനെ ലൈസൻസ് ഒന്നുമില്ല, അത് ഒരു അറബി ചെറുക്കൻ അത് യൂസ് ചെയ്തപ്പോൾ ആ ഫോക്ക് ലിഫ്റ്റ് മറിഞ്ഞ് അവന്റെ മണ്ടേ വീണ് അവൻ മരിച്ചുപോയി. അവന് മരണം മൊഴി കൊടുത്തു, ഇങ്ങനെ കമ്പനി പറഞ്ഞിട്ടാ യൂസ് ചെയ്യുന്നത്. അവൻ യൂസ് ചെയ്യുന്നതെങ്ങാണ്ടായിരിക്കും. അപ്പൊ അതിന്റെ സൂപ്പർവൈസർ ഈ അശോകനായിരുന്നു. അപ്പൊ അറബി പറഞ്ഞു, അശോകനോട് പറഞ്ഞു, നീ അങ്ങ് കാര്യം ഏറ്റെടുത്തോ, ഞാൻ അത് സോൾവ് ചെയ്ത് തരാം, നിന്നെ മാറ്റിക്കാം, രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ അശോകന് അറബി പറഞ്ഞല്ലേ, അങ്ങനെ ഏറ്റെടുത്തു പറഞ്ഞു, മരണമൊഴിയല്ലേ അശോകന്റെ മേൽ പഴിയായി. അങ്ങനെ 55,000 ദിനാർ അന്ന് ഈ അശോകൻ കൊടുക്കേണ്ടി വന്നു. കൊടുക്കണമെന്ന് പറയാം. അപ്പൊ അശോകന് പൈസ ഇല്ലല്ലോ അത്രയും കൊടുക്കാൻ, ഈ അറബി കൊടുക്കത്തുമില്ല. അങ്ങനെ 12 വർഷം അശോകനെ അവിടെ ഇട്ടേക്കും. അശോകന് പിന്നെ അറബി പൈസയും കൊടുക്കത്തില്ല, ആഹാരത്തിനും പൈസ ഇല്ല എന്നൊക്കെ മനസ്സിലാക്കിയപ്പോൾ സഹിച്ചാൻ അവിടെ മാനേജറായിട്ട് ചെന്നപ്പോഴാണ് ഈ കാര്യം അറിഞ്ഞത്. അങ്ങനെ സഹിച്ചാൽ നമ്മൾ പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് അശോകന് ആഹാരം കൊടുക്കും, ബൈബിള് വായിക്കാൻ കൊടുക്കും. അശോകൻ അങ്ങ് ക്ഷീണിച്ച് കൈയൊക്കെ ബൈബിള് പിടിക്കുമ്പോൾ വിറയ്ക്കും, അതുപോലെ വയ്യാതായി. അങ്ങനെ അശോകന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥന തുടങ്ങി, വീട്ടിൽ കൊണ്ടുവന്ന് ബൈബിള് കൊടുക്കും, ആഹാരം കൊടുക്കും. അങ്ങനെ ഞങ്ങൾ അശോകന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം അറബിയുമായിട്ട് സഹിച്ചാൻ വഴക്കുണ്ടാക്കി, ഇങ്ങനെ അശോകനെ എവിടെയെങ്കിലും നിർത്താൻ പറ്റില്ല. അപ്പൊ അവർക്ക് വേറെ പ്ലാനുകളൊക്കെ ആയിരുന്നു. മറ്റതൊന്നും എനിക്ക് ഇവിടെ ഓപ്പണായിട്ട് പറയാൻ പറ്റത്തില്ല. ചുരുക്കം പറഞ്ഞാൽ സച്ചാനും അറബിയുമായിട്ട് പ്രശ്നമായി അശോകനെ വിടണമെന്ന്. അശോകനെ അറബി പൈസ കൊടുത്തിട്ട് അശോകനെ പറഞ്ഞു വിട്ടു. അശോകൻ അവിടുന്ന് പോയത് ബൈബിളുമായിട്ടാണ്. അമ്പലമൊക്കെ ഉള്ള അശോകനാണ്. അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ സച്ചാന്റെ ജോലി അതുവഴി പോയി. എങ്കിലും ദൈവകൃപയാൽ ഒരു മനുഷ്യനെ ദൈവത്തെ അറിയുവാൻ തക്കവണ്ണം അവന്റെ ജീവൻ ഈ ലോകത്തിൽ നിന്നും രക്ഷിക്കുവാനും ദൈവം ഞങ്ങളെ കൊണ്ട് സഹായിപ്പിച്ചു. ആ സമയത്ത് ഞങ്ങളുടെ പാസ്പോർട്ടുകളെല്ലാം ഇവർ ഈ അറബി പിടിച്ചു വെച്ചു. കാരണം ഇവർക്കുള്ള ദേഷ്യം. ആ സമയത്ത് എൻ്റെ രണ്ടാമത്തെ മോന് ഷാരന് അഡ്മിഷൻ വേണം. CPR എല്ലാം ഇതായി എക്സ്പയറി ആയിപ്പോയി. ഞങ്ങൾക്ക് പിന്നെ എന്തോ ചെയ്യണമെന്നറിയില്ല. ഞാൻ മാത്രം ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി അടുത്ത വർഷം ചേർക്കണമെന്ന് പറയുമ്പോഴത്തേന് കൊച്ചിന് 1 വയസ്സൂടെ ആകുമല്ലോ എന്നുള്ള ഒരു വിഷമവും അപ്പൊ ഞങ്ങൾ പറഞ്ഞു, നമുക്ക് ഈ എക്സ്പയറി ആയ CPR കൊണ്ട് അങ്ങ് പോയി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എക്സ്പയറി ആയ CPR പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ കൊണ്ടുവന്നു. ഏഷ്യൻ സ്കൂളിലാണ്. ഏഷ്യൻ സ്കൂളിനെ ഒന്നും കുറച്ച് പറയല്ല ഞാൻ, ഞങ്ങൾക്ക് ദൈവം ചെയ്തു തന്ന അത്ഭുതമാണ്. ദൈവം ഏത് നിയമത്തെയും മാറ്റിമറിക്കുന്ന ഒരു ദൈവമാണ്. ആ എക്സ്പയറി ആയ CPR കൊണ്ട് എൻ്റെ കുഞ്ഞിന് അവിടെ അഡ്മിഷൻ കിട്ടി. അതിനുശേഷം എനിക്ക് ഹോസ്പിറ്റലിൽ തന്നെ, ഞാൻ ഹോസ്പിറ്റലിൽ പറഞ്ഞു എനിക്കിങ്ങനെ പാസ്പോർട്ടില്ല, എൻ്റെ പാസ്പോർട്ടെല്ലാം പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കേണലായിരുന്നു, കേണൽ ഹിന്ദ് എന്ന് പറഞ്ഞ ആള്. ആ കേണൽ ഹിന്ദ് പറഞ്ഞു, നിന്റെ പാസ്പോർട്ടോ, ഈ മിലിറ്ററി ജോലി ചെയ്യുന്ന നിന്റെ പാസ്പോർട്ട് എങ്ങനെ ഒരാൾ പിടിച്ചു വെക്കുമെന്ന് പറഞ്ഞ് അന്നേരം തന്നെ മിലിറ്ററിയിലെ ഡ്രൈവറെ അവരെ വിളിച്ച് അന്നേരം തന്നെ ദൈവം ഞങ്ങളുടെ പാസ്പോർട്ട് തിരിച്ചു കൊണ്ടുവന്ന് എനിക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാം അവിടത്തോട്ടുള്ള വിസ സ്പോൺസർഷിപ്പ് മിലിറ്ററിയിൽ നിന്ന് കിട്ടുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ സഹായിച്ചു. അങ്ങനെ ദൈവത്തിന്റെ വൻ പ്രവർത്തനങ്ങളെ പറ്റി പറഞ്ഞാൽ നമുക്ക് എണ്ണി പറയാൻ പറ്റത്തില്ല. അതുപോലെ നിയമങ്ങൾ തന്നെ മാറ്റിമറിക്കുന്നു. ഒരു പ്രാവശ്യം ഞങ്ങൾ ഇസ്രയേലിൽ പോയ സമയത്ത്, നമ്മൾ ആ സമയത്തൊക്കെ ജോർഡനിൽ കൂടി പോയി അവിടെ കൊണ്ട് നമ്മുടെ പാസ്പോർട്ട് വെച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ ഞങ്ങൾക്കൊരു ഗേറ്റ് പാസ് വേണം. ഗേറ്റ് പാസ് വേണ്ട സമയത്ത് എൻ്റെ ഗേറ്റ് പാസ് ഞാനങ്ങ് മറന്നുപോയി എടുക്കാൻ. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പോവാ, പേരിനകത്തൂടെ ഇങ്ങനെ കയറുമ്പോൾ ഇമിഗ്രേഷനൂടെ കയറുന്നുണ്ടെങ്കിൽ അവരിങ്ങനെ നമ്മുടെ പാസ്പോർട്ടിന്റെ കൂട്ടത്തിൽ ഗേറ്റ് പാസ് ചോദിക്കും. കാരണം അവർക്ക് മനസ്സിലാകും നമ്മളെ ഡിഫൻസ് ജോലി ചെയ്യുന്നതാണെന്ന്.
അപ്പൊ എന്നോട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ എന്നോട് ഗേറ്റ് പാസ് ചോദിക്കല്ലേ, കാരണം നമ്മളൊരു ടീമായിട്ടാണ് നമ്മൾ ഈ തേഴ്സ്ഡേ പ്രെയർ ഗ്രൂപ്പിൽ കൂടെ പോകുന്നത്. അപ്പോഴേ എന്റെ മാത്രം ഇല്ല, തിരിച്ചു വീട്ടിൽ പോയി എടുക്കാനുള്ള സമയമില്ല. അപ്പൊ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ ഫ്രണ്ട് പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞല്ലേ നീ ഗേറ്റ് പാസ് ഒന്നും ഇല്ലാതെ വന്നേക്കും, എല്ലാം എടുത്തു വെക്കണമെന്ന് പറഞ്ഞിട്ട് നീ ഇവിടെ പറഞ്ഞാൽ കേട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ കടന്ന സമയത്ത് എന്നോട് ഗേറ്റ് പാസ് ചോദിച്ചില്ല, ഞാനങ്ങ് കയറിപ്പോയി. പക്ഷെ എന്റെ ഫ്രണ്ട് എന്റെ പുറകെ വന്നപ്പോൾ അവളെ പിടിച്ചു നിർത്തി. ഞാൻ ഓർത്ത്, ഇവളെ എന്തിനാ പിടിച്ചു നിർത്തുന്നത്, ഇവക്ക് ഗേറ്റ് പാസ് ഉണ്ടല്ലോ. അന്നേരം പറയുവാണെ അവളുടെ ഈജിപ്റ്റ് എന്ന് എഴുതിയിരിക്കുന്നത്, ഞങ്ങളുടെ ഫ്ലൈറ്റ് ജോർഡനിലോട്ടാ. അപ്പം ഗേറ്റ് പാസ് ഉള്ള ആളെ പിടിച്ചു നിർത്തി, ഇല്ലാത്ത ആളെ കടത്തി വിട്ടു. അപ്പൊ നമ്മളുടെ വേദനകൾ, നമ്മളുടെ ഭാരങ്ങൾ അറിയുന്ന ഒരു നല്ലവനായ ഒരു ദൈവം, ഏത് നിയമത്തെയും മാറ്റിമറിക്കുന്ന ഒരു ദൈവം. അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് 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 കഥകൾ എൻ്റെ ജീവിതത്തിൽ, അനുഭവങ്ങൾ, ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിച്ചത്. ഈ ദൈവം എൻ്റെ സ്വർഗത്തിന്റെ കാഴ്ചകളൊക്കെ എനിക്ക് ഒരുപാട് ദർശനങ്ങളും ഒക്കെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അതിലൊക്കെ ഉപരിയായിട്ട് എനിക്ക് പറയാനുള്ളത്, ദൈവത്തെ പറ്റി പറയുവാൻ എനിക്ക് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ബംഗ്ലാദേശികളെ, പാകിസ്ഥാനികള്, ഫിലിപ്പിനോസ്, ഒരുപാട് ആൾക്കാരോട് കർത്താവിനെ പറ്റി പറയുവാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു. ആ സമയത്തൊക്കെ എനിക്ക് ഞങ്ങൾക്ക് VIP യൂണിറ്റിൽ വർക്ക് ചെയ്യേണ്ടി വരും. വലിയ ആൾക്കാര്, രാജാവും പ്രൈം മിനിസ്റ്ററും അവര് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിലൊക്കെ എനിക്ക് അവിടെ പോകുവാനും അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുവാനും ഈ കർത്താവിനെ ഉയർത്തുവാനും ഒക്കെ ദൈവം എനിക്ക് സഹായം തന്നു. പലപ്പോഴും അവർ എനിക്ക് ഇങ്ങോട്ട് വന്നാണ് പ്രാർത്ഥന ചോദിക്കുന്നത്. ഒരു പ്രാവശ്യം പ്രൈം മിനിസ്റ്ററുടെ ഒരു സെക്രട്ടറി വന്നു. ഞാനത് ആരാണെന്നൊന്ന് കാണാൻ വേണ്ടി ഒളിഞ്ഞു നോക്കിയപ്പോൾ ആ പുള്ളി പറഞ്ഞു, ബാ 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 എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് വേദനയാ, മരുന്ന് വേണമെന്ന് പറഞ്ഞു. അപ്പം മരുന്ന് കൊടുക്കാവുന്ന സമയം അല്ലാത്തതുകൊണ്ട് അത് ഞാൻ കണ്ടുപിടിച്ച് പറഞ്ഞപ്പം പറഞ്ഞു, എന്നാ നീ ഒന്ന് പ്രാർത്ഥിക്കെന്നും പറഞ്ഞുകൊണ്ട് എന്നെ ഇങ്ങ് പിടിച്ചു നിർത്തി. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ക്രിസ്ത്യാനിയെ, എനിക്ക് മുസ്ലിം അല്ല എന്ന് പറഞ്ഞപ്പം പറഞ്ഞു, നീ കർത്താവിനോട് ക്രിസ്തു ഈശോ എന്നൊക്കെ പറഞ്ഞു പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അന്യഭാഷ പെട്ടെന്ന് വന്നു. അപ്പോൾ ഈ പുള്ളി പെട്ടെന്ന് അങ്ങ് വൊമിറ്റ് ചെയ്തു. അപ്പൊ സാധാരണ ന്യൂറോ പ്രോബ്ലം ആയിട്ടാണ് അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത്. ന്യൂറോക്കാർക്ക് വൊമിറ്റ് ചെയ്താൽ അത് ഡിക്യൂറേറ്റ് ആകുമെന്നാണ്. എന്നാൽ ഞാനും പെട്ടെന്ന് പേടിച്ച് അവിടെ നിന്ന് മാറിപ്പോയി. പിന്നീട് ഞാൻ ആ ദിവസം തന്നെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്നെ തേടി വരുന്നു ഇതിന്റെ വൈഫ് ഞാനും കൂടെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചത്. അപ്പൊ വൈഫ് വന്നിട്ട് പറയാ, ഡോക്ടർ വെർബലി പറഞ്ഞു അവിടെ അന്ന് വരെ ഉണ്ടായിരുന്ന ബ്ലീഡ് അവിടെ ഇല്ല എന്ന് പറഞ്ഞു. വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ വേദന മാറിയെന്നാണ് ആ പുള്ളി CT സ്കാൻ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു. നീ പ്രാർത്ഥിച്ച് വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ വേദന മാറി. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപ എന്ന് മാത്രമേ പറയാനുള്ളൂ, അല്ലാതെ ഞാൻ അങ്ങോട്ട് ഓടിപ്പോയി പ്രാർത്ഥിച്ചതോ ഒന്നുമല്ല. അതുപോലെ തന്നെ ഒരു രാജകുമാരിയുടെ എന്തോ ഒരു പ്രോബ്ലമായിട്ട് അവിടെ അഡ്മിറ്റ് ആയി കിടക്കുകയാണ്. അപ്പൊ അവര് ഈ മുസ്ലിം പ്രാർത്ഥനക്കാര് ഉണ്ട്, അവര് 3-4 മുത്താവെന്ന് പറയും, 4 പേര് വന്ന് ബെഡിന് ചുറ്റും നിന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ ഞാനും ഒരു ഫിലിപ്പിനോ കൊച്ചും, ഞങ്ങൾ നേഴ്സുമാർ നോക്കുന്ന ഒരു അകത്ത് ഉള്ളിലെ റൂമിലായിരിക്കും. ഞങ്ങൾക്ക് ഗ്ലാസ് ഉള്ളതുകൊണ്ട് കാണാൻ പറ്റും. അപ്പൊ ഇവരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ആ റൂമിന് അങ്ങ് കയറിപ്പോയി. അത് കഴിഞ്ഞപ്പോഴത്തേന് ഈ പുള്ളിക്കാരിക്ക് അങ്ങ് ഭയങ്കരം കൂടി ഒരു പ്രശ്നം ഉണ്ടാക്കി. എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഈ മറ്റ് 2 സഹോദരിമാർ ഓടി ഞങ്ങളുടെ റൂമിലോട്ട് ചാടി കയറിയിട്ട് എൻ്റെ കയ്യെ കയറി പിടിച്ചു, ബാ നീ വന്ന് പ്രാർത്ഥിര്. അപ്പൊ ഞാൻ പറഞ്ഞു, ഷെയ്ഖാൻ ഞാൻ ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, നീ ഈശോ പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞോണ്ട് പറയുക. അപ്പൊ ഞാൻ പോയിട്ട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടത്തിൽ നിൽക്കുക, എന്നാലേ ഞാൻ പ്രാർത്ഥിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കണ്ടാല് എനിക്ക് പ്രശ്നമാകും. അപ്പൊ അവർ പറഞ്ഞു, നീ കൂടെ നിന്നോളാം, ഞങ്ങൾ കൂടെ നിന്നോളാന്ന് പറഞ്ഞു. ഞാൻ അവിടെ പ്രാർത്ഥിച്ചു. അങ്ങനെ കർത്താവ് എനിക്ക് അവസരങ്ങൾ ഇങ്ങോട്ട് തരുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഒത്തിരി പേർക്ക് പ്രാർത്ഥിക്കാം. ഞാൻ കാത്തലാബിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഞാൻ തിയേറ്ററിനകത്ത് പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഇപ്പം പെട്ടെന്ന് ഓർക്കുന്ന ഒരു കത്തറി പേഷ്യന്റ് വന്നു. കത്തറി പേഷ്യന്റ് പലരും വരും, അവിടെ കാർഡിയാക് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് മറ്റ് അടുത്ത നെയ്ബർ കൺട്രീസിൽ നിന്നൊക്കെ വരും വലിയ സർജറി ഒക്കെ ചെയ്യാൻ വേണ്ടി. ഈ പേഷ്യന്റിന് വാൽവ് സർജറി മൂന്നാമത്തെ സെയിം വാൽവാണ് റിപ്പയർ ചെയ്യുന്നത്. അപ്പൊ അവിടെ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങളുടെ അവിടോട്ട് വന്നത്. ആ സമയത്ത് IV ഇടാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിട്ട് കിട്ടാതെ വന്നപ്പോൾ ആരോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു. ഞാൻ അവിടെ എഡ്യൂക്കേറ്ററായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ എഡ്യൂക്കേറ്ററായിട്ട്, ക്വാളിറ്റി ഓഫീസറായിട്ടൊക്കെ പല രീതിയിൽ നേഴ്സായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്ന് ഞാൻ എഡ്യൂക്കേഷനിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഈ കാനുല ഇടാൻ എന്നെ വിളിച്ചു. ദൈവത്തിന്റെ കൃപ, എൻ്റെ കൈക്ക് വലിയൊരു കൃപ തന്നിട്ടുണ്ട്, എന്തേലും തൊട്ടാൽ അങ്ങ് സാധിക്കും. അപ്പം ഞാൻ ഇടാൻ തുടങ്ങിയപ്പോൾ തന്നെ പേഷ്യന്റും കുറെ ഫാമിലി എല്ലാം ഉണ്ട്, കുറച്ച് എല്ലാ ഫാമിലിയുമായിട്ടാണ് വന്നേക്കുന്നത്. അവർ പറഞ്ഞു, എനിക്ക് കിട്ടത്തില്ല, ഇത് ഒന്നും കിട്ടാൻ ഭയങ്കര പാടാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞു.
അപ്പം ഞാൻ ചോദിച്ചു നിനക്കെന്തോ അതിന് ഗ്യാരണ്ടി? ഞാൻ പറഞ്ഞു അത് എന്റെ ദൈവം എന്റെ കൂടെ ഉള്ളത്, അതാണ് എന്റെ ഗ്യാരണ്ടി. ഓ അത് ശരി, നിനക്ക് അങ്ങനെ ഒരു ദൈവം ഉണ്ടോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, എനിക്ക് കിട്ടുമെന്ന് ഞാനൊരു വെയിനും കണ്ടില്ല, പക്ഷെങ്കിൽ ഞാൻ അങ്ങ് പറഞ്ഞു അതെ എനിക്ക് കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങ് ഇട്ടു, എനിക്കങ്ങ് കിട്ടി. അപ്പോഴും അവർക്ക് ഭയങ്കര സർപ്രൈസ് ആയി. അപ്പൊ ജീവനും മരണവും നാവിന്റെ അധികാരത്തിലിരിക്കുന്നെന്ന് വചനം പറയുന്ന കണക്ക് തന്നെ ഞാൻ പറയുക, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പറയുന്നു. കിട്ടിയാ കിട്ടി, കിട്ടിയില്ലെങ്കിലും ദൈവത്തിന്റെ നാമം, അത് എനിക്ക് അതിനകത്ത് ഒന്നുമില്ല, കാരണം ഞാനല്ലല്ലോ പ്രവർത്തിക്കുന്നത്. അതിനുശേഷം അവരുമായിട്ട് ഭയങ്കര കൂട്ടായി. അവർക്ക് ഭയങ്കര ഒരു അതിശയം, ഇത് ആദ്യമായിട്ടാണ് ഒരാൾക്ക് ആദ്യം ഒറ്റ പ്രാവശ്യം കിട്ടുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ എന്തുവാ, ഇത് എന്റെ കൈ ദൈവത്തിന്റെ കൃപയാണെന്ന് പറഞ്ഞ് അവര് അങ്ങനെ പറഞ്ഞപ്പോൾ അവർക്ക് അതിനോട് കൂടുതൽ മനസ്സിലാക്കുവാനൊക്കെ ഇടയായി. അപ്പൊ ഞാൻ പറഞ്ഞു നീ സൗഖ്യമാകും, നീ സൗഖ്യമാകും, അങ്ങനെ അങ്ങനെ അവരോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. പല ദിവസങ്ങളിൽ ഞാൻ അവരെ മീറ്റ് ചെയ്തു. ഒരു ദിവസം ഞാൻ ചെന്നപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് കൊച്ചു പിള്ളേർ അപായമൊക്കെ ഇട്ടിട്ട് മിനി എന്റെ അമ്മ മരിച്ചുപോയി എന്ന് പറയാം. അപ്പൊ ഞാൻ ഓർത്തു, അപ്പൊ അവർ ഓൾറെഡി രാവിലെ തന്നെ അവരെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. ഞാൻ ഇച്ചിരി എന്റെ ജോലി കുറച്ച് കഴിഞ്ഞിട്ടാണ്. അപ്പൊ എന്നെ വെയിറ്റ് ചെയ്ത് എലിവേറ്ററിന്റെ അവിടെ നിൽക്കുന്ന കുഞ്ഞി പിള്ളേർ ചെറിയ അപായമൊക്കെ ഇട്ട്. അപ്പൊ എന്റെ പേരൊക്കെ അവർക്ക് അറിയാം, കുട്ടികൾക്ക്. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടം, ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ദൈവമേ നീ എന്റെ പ്രാർത്ഥന കേട്ടില്ലല്ലോ, നിന്റെ നാമം നാണക്കേടായി പോവല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ വിളിച്ചിട്ട് ഞാൻ ചേഞ്ച് ചെയ്ത് അകത്ത് കയറിയപ്പം CPR ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ അവിടെ നിന്ന് കുറച്ചു നേരം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പിന്നെ വെളിയിലേ ഇറങ്ങിയില്ല, ഈ കോറിഡോറിലോട്ടേ വന്നില്ല. മരിച്ചു പോയല്ലോ എന്ന് ഓർത്ത്, ഞാനും ഓർത്ത് മരിച്ചെന്ന്. കുറച്ച് കഴിഞ്ഞപ്പം പറയുന്നു ഇത് ജീവിച്ചു വന്നെന്ന്. അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ ആ സ്ത്രീ ജീവനോടെ അവിടുന്ന് പോയി. അതാണ് ദൈവത്തിന്റെ നാമം എന്ന് പറയുന്നത്. അങ്ങനെ എനിക്ക് കർത്താവിനെ ഉയർത്തുവാനായിട്ട് ഒരുപാട് ഒരുപാട് സാഹചര്യങ്ങൾ ദൈവം എനിക്ക് തന്നു. അതിനുശേഷം ഞാന് ഈ കോവിഡ് വരുന്ന സമയത്ത് 2020 കോവിഡ് വരുന്ന സമയത്ത് ഒരു VIP യൂണിറ്റില് കോവിഡുള്ള ആൾക്കാരെ, വലിയ വലിയ ആൾക്കാരെ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് ഞാൻ നേഴ്സായിട്ട് ജോലി ചെയ്യേണ്ടി വന്നു. എനിക്ക് അങ്ങനെ താല്പര്യമില്ലായിരുന്നു, കാരണം ആ സമയത്ത് ഈ അസ്മത്തൊക്കെ വിട്ടുകൊണ്ടാണ് നമ്മൾ ജോലി ചെയ്യേണ്ടത്. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതെല്ലാം കെട്ടി എല്ലാം വെക്കുമ്പോഴത്തേന് ഇങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ഒഴുകുന്ന പോലെ നമ്മുടെ മേത്തൂന്ന് അങ്ങോട്ട് ഒഴുകുന്നത്. അത് ആകെ 2 തരത്തുള്ളൂ. അത്ര ഞാൻ അങ്ങ് സഫർ ചെയ്തു. ശ്വാസം വിടാൻ പറ്റത്തില്ല, ചൊറിയാൻ പറ്റത്തില്ല, വെള്ളം കുടിക്കാൻ പറ്റത്തില്ല, യൂറിൻ പാസ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ എപ്പോഴും ചായം വെച്ചോണ്ടിരുന്ന് ജോലി ചെയ്യുന്ന ആളാണ്. ആ സമയത്ത് 12 മണിക്കൂർ ഒന്നുമില്ലാതെ ജോലി ചെയ്യുക എന്നൊക്കെ പറയുന്നത് എനിക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം. എനിക്ക് അതിനോടൊന്ന് കോപ്പപ്പ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. പക്ഷെങ്കിലേ ഞാൻ ഒരുപാട് വന്ന് കരഞ്ഞു, വീട്ടിൽ ഇരുന്ന് കരയും. കർത്താവേ എന്നെ എന്തിനാ ഇങ്ങനെ ശിക്ഷിക്കുന്നത് എന്നൊക്കെ ഞാൻ എന്റെ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ വാക്കുകളൊന്നുമല്ല. ഒരു ഫ്രണ്ടിനോട് പറയുന്ന പോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ കൂടെ എപ്പോഴും ഉള്ള ഒരു ഫ്രണ്ട്, എൻ്റെ ഏതൊരവസ്ഥയിലും അറിയാവുന്ന ഒരു ഫ്രണ്ട്. അതുപോലെ ഞാൻ ഗ്രമ്പിൾ ചെയ്യാറുണ്ട്. ഗ്രമ്പിൾ ചെയ്യരുതെന്നൊക്കെ പറയും, പക്ഷെ ഞാൻ പറയും എന്നോട് എന്തിനാ അങ്ങനെ ചെയ്തേ? ഞാൻ നിന്റെ മകളല്ലേ, ഞാൻ നിന്നെ നോക്കി വന്നേല്ലേ, എനിക്ക് വേറൊരു ആശ്രയം ഉണ്ടോ അപ്പാ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചോദിക്കും. അപ്പൊ ഞാൻ എൻ്റെ ഹസ്ബൻഡ് അപ്പുറത്തെ മുറിയിൽ നിന്ന് കേട്ടിട്ട് പുള്ളി വിഷമിച്ച് ഇങ്ങനെ ഇരിക്കും. പുള്ളിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഇരുന്ന സമയത്ത് പക്ഷെങ്കിൽ പിന്നീട് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് അറിയാമോ? ദൈവം എന്നെ അവിടെ ഉപയോഗിക്കുമായിരുന്നു. ആദ്യം 18 19 ആൾക്കാരെ കണ്ട് അവിടെ അഡ്മിറ്റ് ആയത്, വലിയ വലിയ ആൾക്കാർ. അപ്പൊ അതൊരു സീക്രട്ട് ഏരിയയിലോട്ട് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതിനകത്ത് എനിക്ക് പേരുകളൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു ഡോക്ടറെ ഞങ്ങൾ അറിയാവുന്നവരാ വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ വിഷമം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടർ ഞാൻ ആ സമയത്തൊന്നും വാക്സിൻ ഒന്നും വന്നിട്ടില്ല. 2020 ഡിസംബറിലാണ് വാക്സിൻ ഒക്കെ ഇറങ്ങുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു മിനി ഞാൻ മരിച്ചു പോവായിരിക്കും. ഞാൻ പറഞ്ഞു ഇല്ല, മരിക്കു പോകത്തില്ല. ഞാനിങ്ങനെ സാംസ് 91 ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പം പുള്ളി പറഞ്ഞു അപ്പൊ ലാസ്റ്റ് വാക്യമുണ്ടല്ലോ പറയുമ്പോൾ പറയും, ഓ എനിക്ക് ഒത്തിരി നാളൊന്നും ഇരിക്കണ്ട, എനിക്കൊരു 45 വയസ്സൊക്കെ ജീവിച്ചാൽ മതി എന്നൊക്കെ പറയും. പുള്ളിക്ക് വചനം അറിയാത്തത് കൊണ്ട്. അപ്പൊ ഞാനിങ്ങനെ പറയും, അല്ല ഡോക്ടർ, ദീർഘായുസ് നിനക്ക് ഉണ്ടാകും. എന്റെ വചനം അതാ പറയുന്നത്, നിനക്ക് ദീർഘായുസ് തന്നെ ഉണ്ടാകും, ഞാൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചിട്ട് പോന്നു. പക്ഷെ അന്ന് ആ മനുഷ്യന്റെ അസുഖം അങ്ങ് കൂടി, CT സ്കാൻ എടുത്തു, ന്യൂമോണിയ ഡയഗ്നോസ് ചെയ്തു. എനിക്കും വിഷമായി, അയ്യോ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വന്നല്ലോ എന്ന് ഓർത്തു. ഞാൻ എന്നിട്ട് പോകാൻ നേരത്ത് പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എൻ്റെ ദൈവം പ്രവർത്തിക്കും, എന്ത് ഡയഗ്നോസിസ് ആയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാൻ പോന്നു. പിറ്റേ ദിവസം ചെന്നപ്പം പുള്ളിക്കാരനെ എന്നെ തന്നെ വിളിച്ചു, ഞാൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് എന്നോട് പറയാണ്, സി ഐ എം ഹീൽഡ്, ഞാൻ ഓക്സിജൻ ഒക്കെ മാറ്റിയായിരിക്കുന്നേ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് വെച്ച് നിനക്ക് ഒന്നുകൂടെ ഒന്ന് എനിക്ക് പ്രാർത്ഥിക്കാമോ? ഞാൻ പറഞ്ഞു അതെ ഞാൻ പ്രാർത്ഥിക്കാം. എനിക്കും ഭയങ്കര സന്തോഷമായി. അപ്പൊ പുള്ളി ബെഡിൽ കിടന്ന ആളിപ്പം താഴെയൊക്കെ വന്ന് ഷെയറയിലിരിക്കുന്നത്. എന്നോട് വെച്ച് എവിടോട്ട് ഇരുന്ന് പ്രാർത്ഥിക്കണം?
അവർക്ക് ഡയറക്ഷൻസ് ഉണ്ട് പ്രാർത്ഥിക്കാൻ. ഞാൻ പറഞ്ഞു എൻ്റെ ദൈവത്തിന് ഡയറക്ഷൻസ് ഒന്നുമില്ല. ഹീ ഈസ് ആൻ ഒംനി പോട്ടന്റ് ആൻഡ് ഒംനി പ്രസന്റ് ഗാഡ്. അതുകൊണ്ട് എവിടെ നിന്നാലും കട്ടിൽ കിടന്നാലും ദൈവ സാന്നിധ്യം ഉണ്ട്. നീ എവിടെ വേണം ഇരുന്നോ നിൽക്കോ എന്തോ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ നിന്നു പ്രാർത്ഥിച്ചു. അതിനുശേഷം ആ സമയത്തൊക്കെ ടെസ്റ്റുകൾ 2 എണ്ണമൊക്കെ എടുത്ത് നെഗറ്റീവ് ആയാലേ ഡിസ്ചാർജ് ചെയ്യത്തുള്ളൂ. ഡിസ്ചാർജ് ചെയ്ത ദിവസം ഞാൻ അവിടെ ഇല്ലായിരുന്നു. എൻ്റെ മൊബൈലിൽ എഴുതിയിട്ടുണ്ട്, മിനി യുവർ ഗോഡ് ഇസ് ഗ്രേറ്റ് എന്നും പറഞ്ഞ് ഞാൻ ഡിസ്ചാർജ് ആയി എന്നും പറഞ്ഞുകൊണ്ട് എനിക്കൊരു മെസ്സേജ് അയച്ചു. അതിനുശേഷം ഒത്തിരി കാര്യങ്ങൾ പറയാണ്ട് ഈ ഇത്രയും പേരും ദൈവത്തെ അറിഞ്ഞു. വേറെ ഒരു പ്രായമുള്ള ഒരു ഡോക്ടറുണ്ട്, ഒരു 89 വയസ്സുള്ള. ആ പുള്ളിക്ക് ഭയങ്കര ടെൻഷനായിട്ട് റീനൽ ഫെയിലിയറിലോട്ടൊക്കെ പോയി. വെളിയിൽ എല്ലാവരും ഡയാലിസിസ് മെഷീനൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. എന്നാൽ ആർക്കും കയറാൻ വയ്യ, അകത്ത് കയറത്തില്ല. കാരണം എല്ലാവർക്കും പേടിയല്ലേ, എനിക്കും പേടിയാണ്. ഞങ്ങളും മരണ ഭയത്തില് പേഷ്യന്റെ മുഖമെല്ലാം കണ്ടാൽ ഭയങ്കര പേടിയാണ്. ആ സമയത്തൊക്കെ എനിക്കും കയറാനൊന്നും ഇഷ്ടമില്ല, എങ്കിലും ഈ കർത്താവിനെ പറയാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് അവിടെ ചെന്ന് അവരുടെ വിഷമമൊക്കെ കാണുമ്പോൾ ഞാൻ ചോദിക്കും, ഞാൻ പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ ഞാനിങ്ങനെ പറയും. അപ്പൊ ആ പുള്ളിയും എന്നോട് ചോദിച്ചു, അപ്പൊ ടെൻഷൻ കണ്ടോടെ ഞാൻ പറഞ്ഞു, നിന്റെ അടുത്ത ബ്ലഡ് റിസൾട്ട് പൊട്ടാസ്യം നോർമൽ ആയിരിക്കും. പൊട്ടാസ്യം ഹൈ പൊട്ടാസ്യമായി അടുത്ത ടെസ്റ്റിന് ഹൈ ആണെങ്കിൽ ഡയാലിസിസ് ചെയ്യാനുള്ള പ്ലാൻ ആയിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, നിനക്ക് എങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞു, നിന്റെ നോർമൽ ആയിരിക്കും, എനിക്കറിയാം, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, നിന്റെ ദൈവം അങ്ങോട്ട് എൻ്റെ ലാബിൽ പോയിട്ട് എൻ്റെ ബ്ലഡ് അങ്ങ് നോർമൽ ആക്കും. ഞാൻ പറഞ്ഞു, അതെ, അങ്ങനെ നോർമൽ ആക്കും. അന്നേരം ചോദിച്ചു, ഹാ എന്നൊരു ചിരിയൊക്കെ ചിരിച്ചു. ഞാൻ പറഞ്ഞു, ദാറ്റ്സ് മൈ ഗോഡ് ഈസ് ലിവിങ് ഗോഡ് എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു, കാണാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ പ്രാർത്ഥന തുടങ്ങി, ദൈവമേ നീ വലിയവനാണ്, നീ സത്യദൈവമാണെന്ന് കാണിച്ചു കൊടുക്കണേ കർത്താവേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പൊട്ടാസ്യം റിസൾട്ട് വന്നപ്പം 5 നോർമൽ എന്ന് പറയാം. അതുപോലെ അതാണ് ദൈവത്തിന്റെ സാന്നിധ്യം. അങ്ങനെ എല്ലാവരും കർത്താവിനെ ഈ 10-19 പേരും അറിയാനിടയെ. അപ്പൊ വീണ്ടും അടുത്തടുത്ത പേഷ്യൻസ് വരികയാണ്. ഒരു പേഷ്യന്റ് അവിടെ നിന്ന് പോയത്, ഞാനന്ന് ജോലിയില്ലാത്ത ഒരു ദിവസം ഒരു വലിയൊരു മനുഷ്യനാ പോയത്. ജീസസ് ഹീൽ മീ എന്ന് പറഞ്ഞ് കോറിഡോറിൽ കൂടെ കൈ പൊക്കി പോയെന്ന് ഞാൻ വേറെ നഴ്സസ് പറഞ്ഞു കേട്ടു. OPD-കളിൽ പോയിട്ട് അവിടെ ഒരു ഇന്ത്യൻ നേഴ്സ് ഉണ്ട്, ആ ഇന്ത്യൻ നേഴ്സ് പ്രാർത്ഥിച്ചു എന്നൊക്കെ പറഞ്ഞു OPD-യിൽ അവർക്ക് രണ്ടാമത് റീചെക്കപ്പ് ഉള്ളപ്പം പറഞ്ഞതുണ്ട്. പിന്നെ വേറൊരു പേഷ്യന്റ് എന്നോട് നമ്മൾ ഈ മുഖം എല്ലാം മൂടി അസ്മത്തിട്ടുന്നതുകൊണ്ട് നമ്മുടെ മുഖമൊന്നും അറിയത്തില്ല. ഒരു പേഷ്യന്റ് അടുത്ത് ഞാൻ ചെന്നപ്പോഴേ, അപ്പൊ നമുക്ക് അസൈൻമെന്റ് ഉണ്ടല്ലോ, ഞാൻ അവിടെ മിക്കവാറും ദിവസങ്ങളിൽ ചാർജായിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പം ചെന്നപ്പോഴേ ബെല്ലടിച്ചപ്പോൾ, വേറെ ഒരു പേഷ്യന്റ് ബെല്ലടിച്ചപ്പോൾ ഞാൻ ആരും അറ്റൻഡ് ചെയ്യാഞ്ഞോണ്ട് ഞാനകത്ത് കയറിയപ്പം എന്റെ സൗണ്ട് കേട്ടോണ്ട് ചോദിച്ചു, നീയാണോ പ്രാർത്ഥിക്കുന്ന ഇന്ത്യൻ നേഴ്സ് എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ചോദിച്ചു, അതെ, ഞാൻ ആണെന്ന് പറഞ്ഞില്ല. ഞാൻ നിങ്ങൾക്ക് എങ്ങനെ അറിയാന്ന് ചോദിച്ചപ്പം പറഞ്ഞു, ഒരു പേര് പറഞ്ഞു, ഇന്നാര് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി ആ ആളെ എനിക്ക് അറിയാവുന്ന, അവിടെ ഇവിടുന്ന് സൗഖ്യമായി പോയതാ. അങ്ങനെ പറഞ്ഞു, ഞാനെങ്കിൽ എനിക്കൂടെ പ്രാർത്ഥിക്കെന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ പ്രാർത്ഥന വേണ്ടിയ ഒരു സമയം, ജാതിയില്ല, മതമില്ല, ദൈവത്തെ വേണമെന്നുള്ള. കാരണം ജീവനാണ് ലോകത്തിൽ എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ്. നമ്മുടെ വണ്ടിയാണോ, വീടാണോ, ജോലിയാണോ, അതൊന്നുമല്ല. നമ്മുടെ ജീവനാണ് നമുക്ക് ഏറ്റവും വിലയായിട്ടുള്ളത്. ആ ജീവൻ നമ്മുടെ ദൈവത്തിന്റെ കയ്യിലാണ് ഇരിക്കുന്നതെന്നാണ് ഇയ്യോബിന്റെ പുസ്തകത്തിൽ പറയുന്നത്. അങ്ങനെ അത്രയും പേരും വലിയ 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 ആൾക്കാര്, ജഡ്ജിമാരൊക്കെ വന്നു. അവരോടൊക്കെയും സാഹചര്യം പോലെ കർത്താവിനെ പറ്റി പറയുവാനും ഒക്കെ ദൈവം എന്നെ സഹായിച്ചു. ആ സമയത്ത് എനിക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണം. കാരണം ഇനി എനിക്ക് ഒട്ടും പറ്റത്തില്ല ഈ വേർത്ത് കുളിച്ച് ശ്വാസം മുട്ടി ജോലി ചെയ്യാൻ. അങ്ങനെ ഒരു സമയത്ത് ഞാൻ റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചു. ആ സമയത്താണ് എനിക്ക് UC നിന്ന് കോൾ വന്നത്. അതിന് കുറേ വർഷങ്ങൾക്ക് മുമ്പേ എൻ്റെ പേപ്പേഴ്സ് എല്ലാം റെഡി ആയിട്ടിരുന്നതാണ്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്. അങ്ങനെ എനിക്ക് വിളിച്ചപ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഞാൻ പോകണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു സൈൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കർത്താവിന്റെ സൈൻ തന്ന് ഞാനത് ഇവിടെ വരുവാനായിട്ട് ഇടയായി. ആ സമയത്ത് പിന്നെ വേറൊരു അത്ഭുതം എന്ന് പറയുന്നത്, നമുക്ക് പോലീസ് ക്ലിയറൻസ് എനിക്ക് അവിടെ നിന്ന് വേണം. സാധാരണ അവിടെ പോലീസ് ക്ലിയറൻസ് എന്ന് പറയുന്നത് കോവിഡ് ഇല്ലാത്ത സമയം തന്നെ 1 വർഷമൊക്കെ എടുക്കും, ഒരുപാട് പേരുടെ കെട്ടിക്കിടക്കുന്നെന്നാണ് പറയുന്നത്. അതിനു മുമ്പ് ഒരു സംഭവം നടന്നെന്ന് പറഞ്ഞാൽ, ഞാൻ ഹെഡ് ക്വാർട്ടേഴ്സിലെ വലിയ ഒരാൾ അവിടെ വന്ന് അഡ്മിറ്റായി. ഞാനിത് ആരാന്നൊന്നും അറിയില്ല. ഞാനിന്ന് നഴ്സിംഗ് എഡ്യൂക്കേറ്ററായിട്ട് നമ്മൾ വാടിക്കൂടി ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു ബെല്ല് കേട്ടു. കോൾ ബെല്ല് അടിച്ചപ്പോൾ ഞാൻ എല്ലാ ജോലിയും ചെയ്യും. ഞാൻ ആ പേഷ്യൻ്റെ അടുത്ത് പോയി എന്താ വേണ്ടിയെന്ന് ചോദിച്ചപ്പോൾ
എന്തോ പറഞ്ഞു. അപ്പൊ ഞാൻ ആ പേഷ്യന്റിനോട് നിന്റെ പേഷ്യന്റ് AFib വന്നത്, ഏട്രിയൽ ഫിബ്രിലേഷൻ, ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പം പുള്ളി ഇങ്ങനെ ഗൂഗിളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക ഇതിനെപ്പറ്റി അറിയാനെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എല്ലാ കാര്യങ്ങളും ആ പുള്ളിയോട് പറഞ്ഞു കൊടുത്തു. പുള്ളി പറഞ്ഞു എന്നോട് ഡോക്ടർ പറഞ്ഞു എൻ്റെ ഹാർട്ട് കരിച്ചു കളയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ അങ്ങോട്ട് ഒന്ന് പറഞ്ഞു, ഹാർട്ട് കരിക്കുന്നതിന് ഇത് ഫസ്റ്റ് ടൈം അല്ലേ, കരിക്കുന്നതിന് മുമ്പ് ഡോക്ടറോട് ഒരു ആൻജിയോപ്ലാസ്റ്റി ആൻജിയോ ഒന്ന് ചെയ്ത് നോക്കാൻ പറയേ, എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ എന്ന് അറിയാമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അങ്ങനെ തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞു, പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചു, പ്രാർത്ഥിച്ചു. അങ്ങനെ ആൻജിയോപ്ലാസ്റ്റിക്ക് ഡോക്ടറെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഡോക്ടറോട് ഈ പുള്ളി അങ്ങനെ പറഞ്ഞു എനിക്ക് ഇത് ആദ്യം ഒന്ന് ആൻജിയോ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ആൻജിയോ ചെയ്തപ്പോൾ അയാൾക്കൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. ബ്ലോക്ക് കഴിഞ്ഞിട്ട് അയാൾ വേറൊരു വാർഡിലോട്ട് മൂവ് ചെയ്തപ്പോൾ അവിടുന്ന് എന്നെ ആളെ വിട്ട് വിളിപ്പിച്ചു. ഞാൻ അവിടെ ചെന്നപ്പോൾ അയാൾ എനിക്ക് അയാൾ എഴുതി തന്നു, ഈ രാജ്യത്ത് എന്തെങ്കിലും ഒരാവശ്യം നിനക്കുണ്ടെങ്കിൽ ഞാൻ ഇന്നാരാ നിനക്കറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല. ഏതോ പേഷ്യന്റ് ബെല്ലടിച്ചു, എനിക്ക് എല്ലാ പേഷ്യന്റും ഒരുപോലെ, ഞാനൊരു നേഴ്സ്, എല്ലാവരും ഞാൻ ഒരുപോലെ ട്രീറ്റ് ചെയ്യുന്ന ആളാന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ എനിക്ക് അത് എടുത്തു തന്നിട്ട് പറഞ്ഞു, ഈ രാജ്യത്ത് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നീ എൻ്റെ അടുത്ത് വരണമെന്ന് പറഞ്ഞു. ഞാൻ താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിഞ്ഞു പോന്നു. ഞാൻ എന്നിട്ട് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കൊണ്ട് കാണിച്ചിട്ട് ഞാൻ ആ സാധനം എടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ വലിയ ആളെക്കാട്ടിയും വലിയ ഒരാളെ അറിയാവുന്ന ആളാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്ന് കച്ചറായി കളഞ്ഞു. അപ്പൊ അവരൊക്കെ പറഞ്ഞു, ഓ നിനക്ക് ഭയങ്കര അഹങ്കാരമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെ, എൻ്റെ ദൈവത്തെ പറ്റി പറയുന്നത് എനിക്ക് ഭയങ്കര അഹങ്കാരം തന്നെയാ എന്ന് ഞാൻ പറഞ്ഞു. കാരണം എൻ്റെ ദൈവം തക്ക സമയത്ത് കാക്കയെ കൊണ്ടാണേലും തരുമെന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരു ഞാൻ ആളെ നിന്നിച്ചല്ല, അതുകൊണ്ടാണ് ഞാൻ അവിടെ വെച്ചൊന്നും കളയാഞ്ഞത്. പക്ഷെ എൻ്റെ വിശ്വാസമാ എന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് എനിക്ക് എങ്ങനെയായാലും വന്നേ പറ്റത്തുള്ളൂ, കാരണം എനിക്ക് അവിടെ ആ കോവിഡിനകത്തിരിക്കാൻ വയ്യ. അതുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് എനിക്കൊരു ഗേറ്റ് പാസ് വേണം പോലീസ് ക്ലിയറൻസിന് വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ആഗ്രഹിച്ചു, ദൈവമേ ഇങ്ങനെ ഒരു സാധനം അന്ന് അയാൾ തന്നെയായിരുന്നു. അപ്പൊ എൻ്റെ ഫ്രണ്ട്സും പറഞ്ഞു, നീ അന്ന് അഹങ്കാരം പിടിച്ചത് കളഞ്ഞിട്ടല്ലേ, അത് വെച്ചിരുന്നെങ്കിൽ നിനക്കൊന്ന് ചോദിക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ഞാൻ അന്നേരം ശരിക്കും ഓർത്തു, ശരിയാ ഞാനത് കളയേണ്ടിയിരുന്നില്ല. അപ്പൊ ഞങ്ങൾ അത് പറഞ്ഞു, എനിക്ക് മറ്റിടത്തോട്ട് പോകാൻ പറ്റത്തില്ല, ഞാൻ കോവിഡ് യൂണിറ്റിലായോണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, ഇന്ന റൂമിലായിരുന്നു അയാൾ കിടന്ന്, എന്നൊന്നും അറിയത്തില്ല, എല്ലാ അഡ്മിഷൻ ബുക്കൊക്കെ ഒന്ന് തിരക്കെന്നൊക്കെ പറഞ്ഞ് നമ്മൾ തപ്പി 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 നോക്കിയിട്ടൊന്നും നമുക്കത് മനസ്സിലായില്ല. പക്ഷെങ്കിൽ പാസ്റ്ററെ, ഞാൻ ആ പറഞ്ഞ വാക്ക് എത്ര വിശ്വസിച്ചാ പറഞ്ഞ ദൈവം അറിയാം. 7ാമത്തെ ദിവസം ഞങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റർ എന്നോട് വിളിച്ചു ചോദിക്കുക നിനക്ക് അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന്. അതിനുശേഷം ഞാൻ ഇവിടെ വന്നിട്ട് ഒത്തിരി പേര് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, മിനി നീ ആരെ കൊണ്ടാണ് നീ ആ ഗേറ്റ് പാസ് ഉണ്ടാക്കിപ്പിച്ചത്? ഇതാണ് എൻ്റെ ദൈവം, നമ്മുടെ ദൈവം എത്ര വിശ്വസ്തനാണെന്നറിയാമോ. ഞാനൊന്ന് സംശയിച്ചു, എങ്കിലും അവിശ്വസ്തത കാണിച്ചാലും ദൈവം വിശ്വസ്തന. ഇതാണ് ഇവിടെ വന്നതിന് ശേഷവും എല്ലാവരും ചോദിച്ചു, ഈ പ്രായത്തിൽ നിങ്ങൾ അവിടെ പോയിട്ട് എന്താ ചെയ്യുന്നേ, എന്തിനാ എന്നൊക്കെ. ഞാൻ പറഞ്ഞു ശരി, എനിക്കും അറിയത്തില്ല ഞാൻ എന്താ അവിടെ ചെയ്യേണ്ടതെന്ന്. പക്ഷെ ഞാനിവിടെ CEO, ഞാൻ 3 പ്രാവശ്യം ഇന്ത്യയെ പറ്റി പ്രസന്റ് ചെയ്യാനിടയായി. അവരെന്നെ ഇങ്ങോട്ട് വിളിച്ചതാ. ഇന്ത്യയെ പറ്റിയിട്ട് ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ എൻ്റെ മരിച്ചുപോയ മോൻ ജോഷോ മോൻ എനിക്കത് ഉണ്ടാക്കി തന്നു. 3 പ്രാവശ്യം ഞാനിവിടെ ഇന്ത്യയെ പറ്റി പ്രസന്റ് ചെയ്തു. അതിനുശേഷം CEO മീറ്റിങ്ങിന് വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പല മീറ്റിങ്ങുകൾ, സ്റ്റാർട്ടിങ് പ്രയറിൽ ഏറ്റവും വലിയ ആൾക്കാർ, എനിക്ക് തോന്നുന്നു ഇവിടെ 100 ഹോസ്പിറ്റൽ കാണും ഈ മേഴ്സി എന്നും പറഞ്ഞുകൊണ്ട്, എല്ലാം അവരുടെ മാനേജ്മെന്റിലാണ്, ഒരു 3-4 സ്റ്റേറ്റിലുണ്ട് ഇവരുടെ ഹോസ്പിറ്റലുകളുണ്ട്. പിന്നെ നേഴ്സിംഗ് ലീഡേഴ്സിന്റെ മീറ്റിങ്ങിൽ, പിന്നെ നേഴ്സസ് ഡേയിൽ ഇവിടെ ചാപ്ലൻസി ഉണ്ട്, പാസ്റ്ററൽ കെയർ ഉണ്ട്, അതെല്ലാം ഉള്ള ഒരു കാത്തലിക് ഹോസ്പിറ്റലാണ്. പക്ഷെങ്കിൽ പല മീറ്റിങ്ങിന്റെ സ്റ്റാർട്ടിങ്ങിലും പ്രയറിന് എന്നെ വിളിക്കും. ഇവൻ കഴിഞ്ഞ ഈസ്റ്ററിന്റെ സ്റ്റാർട്ടിങ് പ്രയറിൽ എന്നെയാണ് പ്രാർത്ഥനയ്ക്ക് വിളിച്ചിരുന്നത്. അങ്ങനെ ഒരു അവസരം ദൈവമാണ് എനിക്ക് ഉണ്ടാക്കി തന്നെ. എൻ്റെ ആക്സെന്റോ എൻ്റെ കാഴ്ചയോ എൻ്റെ നോളജോ ഒന്നുമല്ല. അതിനുശേഷം എൻ്റെ ചാപ്റ്റർ 3 തുടങ്ങുന്നത് 2023 മാർച്ചിലാണ് തുടങ്ങുന്നത്. 2023 മാർച്ചിൽ പെട്ടെന്ന് എൻ്റെ മകൻ മരിച്ചു എന്നല്ല, അവന് ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി സമർപ്പിച്ചു. അതുകൊണ്ട് അവന് പഠിക്കാൻ പോകണം എന്ന് പറഞ്ഞു. അപ്പം അമ്മയും നാട്ടിൽ വരണമെന്ന് പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് നാട്ടിലായിരുന്നു. അങ്ങനെ ഞാൻ ലീവ് എടുത്തിട്ട് എന്നാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടതെന്ന് ചോദിക്കാൻ വേണ്ടി ഞാൻ പിന്നെയും വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല. ഫോൺ എടുക്കാതെ വന്നപ്പോൾ ഞാനും വിചാരിച്ചു ഇതെന്താ ഇത്ര ഫോൺ എടുക്കാത്തെ എന്നൊക്കെ വിചാരിച്ച് വിഷമിച്ച് ഒക്കെ ഇരിക്കുക. ആ സമയത്ത് വീണ്ടും ഞാൻ ജോലിക്ക് പോകുന്നതിന് മുമ്പ് വീണ്ടും വിളിച്ചപ്പം പറഞ്ഞു നിനക്ക് ഇപ്പൊ വരാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ലീവ് എടുത്തിരിക്കുന്നത് അടുത്ത ആഴ്ചയല്ലേ, ഇനിയിപ്പോ എങ്ങനെ ഞാൻ പോയി തിരിച്ചു പറഞ്ഞു, എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞില്ല അന്ന് വരണം, മോൻ വെന്റിലേറ്ററിലാന്ന് പറഞ്ഞു. ഞാൻ ഓർത്തു ഇവനെന്താ പെട്ടെന്ന് പറ്റിയേ. എനിക്ക് വെന്റിലേറ്റർ ഒന്നും വലിയ കാര്യമല്ല, കാരണം ഞാൻ തന്നെ CVA പോലത്തെ ഒരു 220/110 ഒക്കെ ആയിട്ട് ബ്ലഡ് പ്രഷർ ആയിട്ട് ഒരുപാട് രോഗങ്ങൾക്ക് ഞാൻ
രോഗങ്ങൾ എൻ്റെ ശരീരത്ത് ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട് മാലാഖമാരെ ആ ഭിത്തി മൊത്തവും ഇങ്ങനെ പറ്റി പിടിച്ചിരുന്നിട്ട് ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ പറയുക, എല്ലാ വഴികളും നിന്റെ മുമ്പിൽ ശത്രു ബന്ധിച്ചു മുദ്ര വെച്ചാലും സ്വർഗ കവാടം തുറന്ന് ദൈവം വരും എന്നുള്ള പാട്ട് കേൾക്കുക. എനിക്ക് സംസാരിക്കാനുള്ള ശബ്ദമില്ല. എൻ്റെ രണ്ട് ഫ്രണ്ട്സാണ്, ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. അവരുടെ പേര് റിൽസി ആൻഡ് ഫിൻസി എന്ന പേര്. ബർത്ത്ഡേയുടെ സമയത്തും അവർ ബർത്ത്ഡേ ആഘോഷിക്കാതെ എൻ്റെ കൂടെ വന്ന് എന്നെ നോക്കി. എൻ്റെ ഹോസ്പിറ്റലിൽ ഒത്തിരി നല്ല മാനേജ്മെന്റ് ആയിരുന്നു, എന്നെ ഒരുപാട് കെയർ ചെയ്തു. എന്നാൽ ദൈവം എന്നെ അവിടെ നിന്ന് സൗഖ്യം തന്നത് എന്നെ ഒരു MRI മെഷീനകത്ത് വെച്ചിട്ടാണ് ഞാൻ കാണുന്നത്. കർത്താവിന്റെ ആ മുൾക്കിരീടം അണിഞ്ഞ തലയിൽ ഒരു വലിയൊരു ഹണി കോമ്പ് പോലെ ഒരു സാധനം ഇങ്ങനെ കിടക്കുന്നു. എന്നിട്ട് പറയാണ്, നിന്റെ ഭാരം ഞാൻ എൻ്റെ തലയിൽ വഹിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ചിറങ്ങി വരുമ്പോൾ എൻ്റെ ശരീരത്തൊരു ശക്തി വരികയും എനിക്ക് നടക്കാൻ പറ്റുന്നു. ഓക്കെ, ആ ഫസ്റ്റ് ടൈമിൽ എൻ്റെ ബ്ലഡ് പ്രഷർ അന്ന് നോർമൽ ആകുകയും 220 110 നിന്ന് അവരുടെ മെഡിസിൻ ഒക്കെ ഒരു 150 ബ്ലഡ് പ്രഷർ വരെ ആയുള്ളൂ. പക്ഷെ ഇതിന് ശേഷം എനിക്ക് കംപ്ലീറ്റ് നോർമലായി. പിറ്റേ ദിവസം ഞാൻ ഡിസ്ചാർജ് ആയി. അതിനുശേഷം എൻ്റെ ഇജക്ഷൻ ഫ്രാക്ഷൻ, ഡയസ്റ്റോളിക് ഡിസ്ഫങ്ഷൻ ഒക്കെ കുറഞ്ഞായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ നോർമലായിട്ടാണ് ഇരിക്കുന്നത്. നടക്കാൻ പറ്റത്തില്ലായിരുന്നു. എന്നെ അറബികളാണ്, എൻ്റെ ഫ്രണ്ട്സാണ് എന്നെ വണ്ടി വരെ കയറ്റി വിടുന്നത്. അത്രയും പോലും എനിക്ക് നടക്കാൻ, എല്ലാവരും ഓടുന്ന പോലെ തോന്നുന്നത് എനിക്ക്, കാരണം എനിക്ക് ഒട്ടും നടക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഉള്ള സമയത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, എൻ്റെ കാൽ മാൻപേയുടെ കാൽക്ക് തുല്യമാക്കി ഗിരികളിന്മേൽ എന്നെ ഓടിക്കുന്നു എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. സങ്കീർത്തനത്തെ നിർത്തുന്നു എന്ന് പറയും, ഹബക്കൂക്കില് പറയുന്നത് നടത്തുന്നു എന്ന് പറയും. ഞാൻ അത് രണ്ടിലും അല്ലാതെ ഞാൻ പറയും ഗിരികളിന്മേൽ എന്നെ ഓടിക്കുന്നു. എൻ്റെ ഫ്രണ്ട്സ് ഇത് കേൾക്കുന്നുണ്ട്, ഞാൻ ഇതാ പറഞ്ഞോണ്ടാ നടക്കുന്നതെന്ന്. അപ്പൊ ഒരു പ്രാവശ്യം ഞാനിങ്ങനെ ഓടി, അവർക്ക് എന്നെ റീച്ച് ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ എന്നോട് ചോദിച്ചു, നീ എന്തൊരു സ്പീഡിലാണ് നീ ഓടുന്നതെന്ന്. ഞാൻ പറഞ്ഞു, പ്രാർത്ഥന മറന്നുപോയോ, ഞാൻ പ്രാർത്ഥിക്കത്തില്ല. ഒരു 5-6 മാസം ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊന്ന് നടക്കാൻ പറ്റിയത്. അപ്പോൾ വചനം തീർച്ചയായിട്ടും ദൈവം ക്രിയ ചെയ്യും. അങ്ങനെ ഞാൻ പറഞ്ഞത്, എൻ്റെ മകൻ അങ്ങനെ സബ്മിറ്റ് ചെയ്തതിനു ശേഷം കേൾക്കുന്നത് അവനിങ്ങനെ വെന്റിലേറ്ററില്ല. അപ്പൊ എനിക്കിതൊന്നും വലിയൊരു കാര്യമല്ല. ഞാൻ പറഞ്ഞു, വെന്റിലേറ്ററോ? അപ്പൊ ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്യുക, ന്യൂമോണിയ ഒക്കെ വരാതെ എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ ഒരു പ്ലാനോട് കൂടി പോകുന്നു. എന്നാൽ ഓൺ ദ വേ തന്നെ ഞാൻ മനസ്സിലായിട്ടുണ്ട്, എനിക്ക് ദൈവാത്മാവ് സംസാരിച്ചു മരിച്ചു പോയി എന്ന്. ഞാൻ എൻ്റെ യൂട്യൂബിൽ അതിനകത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞാൻ അവിടെ വീട്ടിൽ ചെന്നു. ആ ഫ്യൂണറൽ സർവീസ് അറ്റൻഡ് ചെയ്യാനൊക്കെ ദൈവം കൃപ ചെയ്തു. ദൈവത്തിന്റെ വലിയ ശക്തമായ ഒരു പ്രവർത്തനമായിരുന്നു പാസ്റ്ററെ. ഞാൻ ആ എയർപോർട്ടിൽ ഇത് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ കൊളാപ്സ് ആവുന്ന പോലെ ഭയങ്കര ഒരു അനുഭവമായിരുന്നു. എൻ്റെ ശരീരത്ത് ഞെരുക്കി മുറുക്കി കയറും കൊണ്ടൊക്കെ പിടിച്ച് കെട്ടിയും ഒരു രീതിയാണ് എൻ്റെ മനസ്സിൽ. പെട്ടെന്ന് അത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കണക്ക് എല്ലൊക്കെ മുറിഞ്ഞ് ഒടിച്ചു കളയുന്ന രീതിയിലുള്ള വേദനയൊക്കെ ആയിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ, ദൈവമേ നീ എന്നെ ഇവിടെ കിടത്തരുത്, എനിക്ക് ആരുമില്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോഴേ എനിക്ക് പെട്ടെന്ന് ശക്തി വരികയും ദൈവം എന്നെ ഇന്നുവരെയും ദൈവത്തിന്റെ വലിയൊരു ശക്തമായ പ്രവർത്തനം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നെ എപ്പോഴും ഒരു പാരബിൾസ് പറഞ്ഞാണ് കർത്താവ് ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ ദിവസങ്ങൾ എനിക്കൊന്ന് ഏകദേശം 1 മാസത്തോളം ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാനിങ്ങനെ വചനം എഴുതിക്കൊണ്ടേയിരിക്കും. കർത്താവ് തരുന്ന ആലോചനകളെല്ലാം ഞാൻ ബുക്കിൽ എഴുതിക്കൊണ്ടേയിരിക്കും. പലരെയും വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കും. ആ സമയത്ത് എൻ്റെ പണി അതൊക്കെയായിരുന്നു. എന്നിട്ട് കർത്താവ് പറയുന്ന ആമയുടെയും മുയലിന്റെയും കഥ. കാരണം നമ്മൾ ഓർക്കും മുയൽ വലിയ ശക്തനാണ്, വലിയ കഴിവുള്ളവനാണെന്ന്. എന്നാൽ എൻ്റെ കുഞ്ഞ് ആമയെ പോലെ ഉള്ളവൻ മുന്നേ സ്വർഗത്തിൽ പോയെന്ന് എന്നോട് പറഞ്ഞത്. എന്നിട്ട് എന്നോട് പറയാണ്, കള്ളന്റെ കഥ നിനക്ക് അറിയത്തില്ലേ എന്ന് എന്നോട് ചോദിക്കുക. നമ്മളെല്ലാവരും കള്ളൻ എന്ന് അവസാനം വിളിച്ച അവൻ ആദ്യം സ്വർഗത്തിൽ കയറിപ്പോയി. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഓരോ കാര്യങ്ങളും ഒത്തിരി പാരബിൾസും കൂടി എന്നെ ദൈവം ശക്തമായിട്ട് നിർത്തി എന്ന് പറഞ്ഞാൽ മതി. ഒരു വിഷമം എൻ്റെ ജീവിതത്തിൽ അനുഭവത്തിൽ ഇവൻ ഞാനൊന്ന് കരഞ്ഞാൽ പോലും ആ സെക്കൻഡിൽ എൻ്റെ അടുത്ത് ഒരാളിന്റെ പ്രസൻസ്, ഒരാളിന്റെ രൂപത്തിൽ, ഒരു മനുഷ്യ രൂപത്തിലാണ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. ചിലപ്പോഴൊക്കെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ എനിക്കറിയാം എൻ്റെ അടുത്തൊരു സീറ്റിൽ ഒരാളുണ്ട്. ഞാൻ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു രീതിയിൽ വലിയൊരു ദൈവത്തിന്റെ കൃപയിലാണ് നിർത്തുന്നത്. എന്തുകൊണ്ട് എന്ന് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഞങ്ങളെ ദൈവം ഓരോ ദിവസവും വളർത്തിയാണ്, പണിയുകയാണ്. ആ സമയത്ത് ഞങ്ങളെ പല രീതിയിൽ ഞങ്ങൾ ഒറ്റയ്ക്കാകപ്പെട്ടു. അപ്പോൾ എപ്പോഴും നമ്മൾ ഒറ്റയ്ക്കാകപ്പെടുമ്പോൾ, പ്രശ്നമാകുമ്പോൾ ദൈവം എന്നെ പണിയുക. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളൊരു ഭവനം പണിയുമ്പോൾ തന്നെ ആ കല്ലുകളൊക്കെ എത്ര ചെത്തി വെടിപ്പാക്കിയാണ് പണിയുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്നൊരു നല്ലൊരു നേഴ്സാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ സ്റ്റുഡൻസിനോട് പഠിപ്പിക്കുമ്പോൾ പോലും എൻ്റെ സ്റ്റുഡൻസിനോട് എനിക്ക് ഓഫീസ് ടൈമിൽ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ഞാൻ ഒരു കുട്ടിയോട് പല രീതിയിൽ എനിക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴും
ക്ലാസ്സിനകത്ത് പോയി പറയാൻ പറ്റത്തില്ല, പക്ഷെ ഓഫീസിൽ ഞാൻ വിളിക്കും. ഓഫീസിൽ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ അവർക്ക് കർത്താവിനെ പറ്റി പറഞ്ഞു കൊടുത്ത് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ യേശുവിനെ പറ്റിയിട്ട് പറയും. അപ്പൊ ഞാൻ ഒരാളോട് പറഞ്ഞത്, നിനക്ക് നിന്നെ ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നിനക്ക് ഇനി വേണമെങ്കിൽ 92% വേണം. ഈ 75% പോലും ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെ 92% കിട്ടും? എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷെങ്കിൽ സീറോയെ ഹീറോ ആക്കുന്ന ഒരു ദൈവത്തെ ഞാൻ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തു. എൻ്റെ കയ്യിൽ, എൻ്റെ ഫേസ്ബുക്കിലും ഞാൻ ഇട്ടിട്ടുണ്ട്. അവൾ എനിക്ക് എഴുതിയതാ പാസ്സായി കഴിഞ്ഞപ്പം, നീ പറഞ്ഞ ഹീറോയാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അങ്ങനെ എഴുതിയിട്ടുണ്ട്. നിന്റെ ദൈവം സീറോയെ ഹീറോയാക്കും, ആ ഹീറോയാണ് ഞാനെന്ന്. ഹാലലൂയ, പ്രൈസ് ഗോഡ്. കഴിഞ്ഞ സെമസ്റ്ററിന്, ഈ സെമസ്റ്റർ ഇന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇന്ന് ഫസ്റ്റ് ഡേ ആയിരുന്നു. കഴിഞ്ഞ സെമസ്റ്ററിന് എനിക്ക് 39 കുട്ടികളായിരുന്നു എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നത്. ഒരു കുട്ടിയൊക്കെ ഒത്തിരി വീക്കാണ്. അവൾ പലപ്പോഴും എൻ്റെ റൂമിൽ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ അന്ന് എക്സാമിന്റെ ഒരു ദിവസം അവൾ വന്ന് ഓപ്പണായിട്ട് അവിടെ നിന്നിട്ട് പറഞ്ഞു, പ്രൊഫസർ പ്ലീസ് പ്രേ ഫോർ മീ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് ഈ തോറ്റ കുട്ടിക്ക് കുറച്ച് സ്കോർ കൂടി, 88 കിട്ടി ആ സമയത്ത്. അപ്പോൾ മറ്റേ ഈ തോറ്റ് കിടന്ന് എല്ലാം കൂടെ ഓവറോൾ ഒരു നല്ല സ്കോർ കിട്ടി. അപ്പോൾ അവൾക്ക് ഭയങ്കര ഹാപ്പി. അവൾ സ്ക്രീം ചെയ്ത് എല്ലായിടത്തും പറഞ്ഞു. ഇവിടെ ഒരു ഇതുണ്ട്, നമ്മൾ കുട്ടികളുടെ സ്കോറൊന്നും ഇവിടെ ഒന്നും പറയാൻ പറ്റത്തില്ല, കുറഞ്ഞാണെങ്കിലും തോറ്റായാലും നല്ല ഹൈ സ്കോർ ആയാലും ഒന്നും പറയാൻ പാടില്ല. അപ്പൊ ഇവള് തന്നെ അവിടെ എല്ലാം പറഞ്ഞിട്ടാണ്. അപ്പൊ എല്ലാവർക്കും ഭയങ്കര ഒരു ഇതായി. അപ്പൊ ലാസ്റ്റ് എക്സാമിന് അവൾ വീണ്ടും വന്ന് നിന്നു പ്രാർത്ഥിക്കെന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ ഞാൻ അവൾക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഒരു ശബ്ദമൊക്കെ. ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പം പറഞ്ഞു, നീ എല്ലാവർക്കും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, ആർക്കൊക്കെ പ്രാർത്ഥന വേണോ അവരെല്ലാം എഴുന്നേറ്റ് നിന്ന് കൈ പൊക്കാൻ പറഞ്ഞു. അപ്പൊ എൻ്റെ കൂടെ മറ്റു പ്രൊഫസേഴ്സ് ഉണ്ട്, അവരെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അവർ ഈ കമ്പ്യൂട്ടർ ലാബിലാണ് ഞങ്ങൾ കുട്ടികളെ പരീക്ഷയ്ക്ക് ഇരുത്തുന്നത്, കമ്പ്യൂട്ടർ ലാബിൽ ചെയ്യുന്നത്. അപ്പൊ ഈ 39 പിള്ളേരും ആണും പെണ്ണും എല്ലാം എഴുന്നേറ്റ് കൈപൊക്കി നിന്നു. കർത്താവിന്റെ നാമം ഉയർത്തുവാൻ. ഇന്നും ഒരു കോളേജിൽ, അത് ഞാൻ പഠിപ്പിക്കുന്നത് പ്രൈവറ്റ് കോളേജ് അല്ല, കമ്മ്യൂണിറ്റി കോളേജാണ്, ലോക്കലാണ്. ആ ഒരു കമ്മ്യൂണിറ്റി ഗവൺമെന്റ് കോളേജാണ്. അവിടെ കർത്താവിനെ ഇത്രയും പറയുവാൻ തക്കോണം ദൈവം സഹായിച്ചു. അങ്ങനെ ഞാൻ ഇന്ന് ശുശ്രൂഷിക്കുന്നിടത്ത് ഹോസ്പിറ്റലിലാണെങ്കിലും കൂടുതലും ഈ ഡ്രഗ് അഡിക്സ് പേഷ്യൻ്റാണ് വരുന്നത്. ഞാൻ എപ്പോഴും അറിഞ്ഞിട്ടുള്ളത് എൻ്റെ ഒരു പ്രസൻസും കൊണ്ട് അവിടെ ഒരു മാറ്റമുണ്ട്. പല ഡ്രഗ് അഡിക്റ്റ് പേഷ്യൻറ്റും പൂച്ച പോലെ കിടക്കും. പലരെയും കൈയും കാലും ഒക്കെ കെട്ടിയൊക്കെ ഇട്ടാണ് എനിക്ക് പലപ്പോഴും കിട്ടുന്നത്. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് അവരെ ഞാൻ എഴുന്നേൽപ്പിക്കും, പല ട്യൂബുകളും മാറ്റും. ആദ്യമൊക്കെ എനിക്കും പേടിയായിരുന്നു, ഞാൻ ഇതുവരെയൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പൊ ആദ്യത്തെ ദിവസം ഫസ്റ്റ് ടൈം കിട്ടിയപ്പം ഞാൻ എനിക്ക് തന്ന ആളോട് പറഞ്ഞു, ഞാൻ ഇവരെയൊന്നും കണ്ടിട്ടില്ല, നിനക്കിത് അറിയത്തില്ല? ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ രാജ്യത്ത് ഇങ്ങനൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന മരുന്ന് ഇങ്ങനെ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ കൊടുത്തു ഞാനിങ്ങനെ, പിന്നെ എൻ്റെ മരുന്ന് എപ്പോഴും പ്രാർത്ഥനയാണ്, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കും. അങ്ങനെ മരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊടുത്തു. ഞാൻ തന്നെ ഇങ്ങനെ PRN ഡോസാണ്, നമുക്ക് ഡിസൈഡ് ചെയ്യും. പിന്നെ ഡോസ് മാറ്റാൻ തുടങ്ങി. ഞാൻ തന്നെ ഡോസൊക്കെ കുറച്ചു. അങ്ങനെ കുറച്ച് കൊടുത്തപ്പോൾ ഈ മനുഷ്യൻ കണ്ണു തുറന്നു. ഞാൻ അയാളുടെ പിന്നെ ഇങ്ങനെ ഇത് സ്റ്റൂളൊക്കെ പാസ് ചെയ്യുന്ന ട്യൂബൊക്കെ ഉണ്ട്, ഞാൻ അതെല്ലാം ഊരിക്കളഞ്ഞു. കൈയൊക്കെ പതുക്കെ ആരുടെ ഒരു കൈ അഴിച്ചു, 2 കൈ അഴിച്ചു. അതാണ് എൻ്റെ ആദ്യത്തെ അനുഭവം. അങ്ങനെ അയാൾ ഞാൻ ചോദിച്ചു, നീ എവിടെയാണെന്ന് അറിയാമോ? ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ ഇങ്ങനെ പോലീസ് കൊണ്ടുവന്നതാണ്, ഇങ്ങനെയാണ്, നീ ഇനി യേശുവിനെ അറിയുന്നു, നീ ഇങ്ങനെ ആകരുതെന്നൊക്കെ പറഞ്ഞ് അയാൾക്കാണ് ആദ്യത്തെ അഡ്വൈസ് കൊടുത്തത്. അതോടുകൂടി എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ആയി. അങ്ങനെ ഒരുപാട് ഡ്രഗ് അഡിക്ട്സ് ഇങ്ങനെ ഓരോ ആൾക്കാർ ഈ സെറാമിക് പ്ലേറ്റുകളൊക്കെ തിന്നും, മുട്ടുസൂചി, പിന്നെ ഇങ്ങനെ പിന്നെ ബോർഡെ കുത്തുന്ന പിന്നൊക്കെ തിന്ന ഒരു പെണ്ണ് വന്നായിരുന്നു. ആ പെണ്ണിനെ കൊളോണോസ്കോപ്പി ഒക്കെ ചെയ്ത് കുറേയൊക്കെ ഊരി, കുറേയൊക്കെ അവിടെ കിടപ്പുണ്ട്. അവിടെ തൊണ്ടയെല്ലാം കീറിപ്പോയി. അപ്പൊ അവള് ഭയങ്കര വയലന്റ് ആയിരുന്നു, എല്ലാം തല്ലിപ്പൊട്ടിക്കുമായിരുന്നു. എൻ്റെ ആദ്യത്തെ ദിവസം തന്നെ അവളെ ഞാൻ ഇങ്ങനെ ബെഡ് സൈഡിൽ ഇറക്കിയിരുത്തി ആ സെയിം ഡേയിൽ തന്നെ അവളെ വേറൊരു അടുത്ത് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ദൈവം സഹായിച്ചു. അതിനുശേഷം ഒത്തിരി ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായി ഇവരെ നോക്കാൻ. അപ്പം എനിക്ക് കിട്ടുവാണെങ്കിൽ എനിക്ക് മാത്രമല്ല, എൻ്റെ ആ ഫുൾ ടീമിന് ബുദ്ധിമുട്ടായിരിക്കും. കാരണം എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരണമല്ലോ. കുറച്ച് മണിക്കൂറുകളിൽ എനിക്കും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, നമ്മളും പേടിച്ചൊക്കെയാണ് നിൽക്കുന്നത്. പക്ഷെങ്കിൽ ഈ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ഒരു ശക്തിയാണ്. അപ്പൊ എൻ്റെ രാത്രിയിൽ ഒരു ദിവസം രാത്രിയിലത്തെ ടീം എന്നോട് വന്ന് താങ്ക് യു പറയാം. ഞാൻ ചോദിച്ചു, നിങ്ങളെന്തിനാ എനിക്ക് താങ്ക് യു പറയുന്നത്? പറയാം, അയ്യോ ആ പേഷ്യന്റിനെ നീ അങ്ങ് വിട്ടില്ല, ഞങ്ങൾ രാത്രിയിലെല്ലാം വിഷമിച്ച് കിടക്കുമായിരുന്നു. എന്നിട്ട് പറയാ, ഞങ്ങളെല്ലാം പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ ആരുടെയും പ്രാർത്ഥന കേൾക്കത്തില്ല, നിന്റെ പ്രാർത്ഥന മാത്രമേ കേൾക്കത്തുള്ളൂ. ഞാൻ എൻ്റെ ഈ വലിയ ഒരു ബുദ്ധിമുട്ടിന് ശേഷം, എൻ്റെ കുഞ്ഞു മരിച്ചതിന് ശേഷം, ഞാൻ ശരിക്കും ഒരു പാസ്റ്റർ ഒരു നേഴ്സല്ല. നേഴ്സിനെക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് ദൈവസ്നേഹത്തിന്റെ ഒരു ഉറവിടം തന്നെ എനിക്ക് പറയാൻ പറ്റും. പണ്ടൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ ഈ ദൈവത്തെ ഒന്നും അറിയാതെ ഇങ്ങനെ വന്ന് കിടക്കുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ അവരെ എന്തേലൊക്കെ പറയും. പക്ഷെങ്കിൽ ഇന്ന് എനിക്ക് മനസ്സിലായി അവരുടെ ഒരു സാഹചര്യം.
അവരാ പോകുന്ന വഴി കൂടി ഞാനും പോയാൽ ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കും. ദൈവം എന്നെ സ്നേഹിച്ചത് കൊണ്ട് എനിക്ക് ദൈവത്തിന്റെ പ്രാണൻ തന്നെ എന്നെ വീണ്ടെടുത്ത വിലയാണ് ഞാൻ. മറ്റുള്ളവർക്ക് അതിനുള്ള അവസരം കിട്ടിയിട്ടില്ല, അല്ലെ അവർ കേട്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അവരെ കുറ്റം പറയാൻ പാടില്ല. അയ്യോ നീ നശിച്ചു പോകുന്നല്ലോ എന്നോർത്തുള്ള ഒരു സങ്കടം എൻ്റെ മനസ്സിലുണ്ട്. ആ ദൈവം എന്നെ എങ്ങനെ സ്നേഹിച്ചു, ഞാൻ എവിടെ മരണത്തിന്റെ പാതയിൽ നിന്ന് എന്നെ ഉയർത്തിയ ഒരു ദൈവം. ആ ഒരു സ്നേഹം കൊടുക്കുവാൻ വേണ്ടി എൻ്റെ കുഞ്ഞ് ഈ ലോകത്ത് നിന്ന് എൻ്റെ മുമ്പിൽ നിന്നും മാറ്റപ്പെട്ടുവെങ്കിലും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ അവൻ ജീവിക്കുന്നു. ആ ഒരു ബോധ്യത്തിൽ എന്നെ കൂടുതൽ ഈ കർത്താവിനെ കുറിച്ച് പറയുവാനും ശുശ്രൂഷിക്കുവാനും ഒക്കെ ഒത്തിരി പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു പ്രാവശ്യം ഒരു പേഷ്യന്റ് വെന്റിലേറ്ററിൽ നിന്ന് ഊരി കഴിഞ്ഞപ്പം ഞാൻ അതിലെ എന്തോ പറഞ്ഞപ്പം പറയാണ്, അവളെ വിളിക്കുക, അവിടെ വോയിസ് എനിക്കറിയാം. കാരണം ഞാൻ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യന്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കും. അപ്പൊ ആരും എന്നെ സ്റ്റോപ്പ് ചെയ്യാറില്ല ഇവിടെ. പ്രാർത്ഥിക്കുന്ന ഉടനെ അവൾ പറയും, ആ സൗണ്ട് എനിക്കറിയാം, ആ സൗണ്ട് അറിയാം, ഞാൻ വെന്റിലേറ്ററിൽ കിടന്നപ്പോൾ എനിക്ക് ആ സൗണ്ട് അറിയാം. അപ്പൊ എന്നോട് വെച്ചാൽ നീ നോക്കിയ പേഷ്യൻ്റാണ്. ഞാൻ പറഞ്ഞല്ല, എന്റെ പേഷ്യൻ്റ് അല്ല, പക്ഷെ ഞാൻ ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കും. ചിലപ്പോഴൊക്കെ മലയാളത്തിൽ പാടും, അവർക്കറിയത്തില്ലെങ്കിലും എന്റെ പ്രാർത്ഥന ദൈവമല്ലേ കേൾക്കുന്നത്. അപ്പൊ ആ സൗണ്ട് അവൾക്ക് അറിയാം, ആ സൗണ്ട് ഉള്ള ആളെ വിളിക്കാനെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം എന്നെ വേറൊരു രൂപിയാക്കി, എന്നെ ചെത്തി വെടിപ്പാക്കിക്കൊണ്ട് വേറൊരു രൂപമാക്കി. അതുപോലെ തന്നെ ഞാൻ എൻ്റെ കൂട്ടുകാർക്ക്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് ഒരു സ്നേഹത്തിന്റെ രൂപമായിട്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം എനിക്ക് ഡെയ്സി അവാർഡ് എന്ന് പറയുന്ന ഒരു അവാർഡ് കിട്ടി. ഈ വർഷം എനിക്ക് 3ാമത്തെ അവാർഡാണ്. ലാൻഡേൺ അവാർഡ്, പിന്നെ സൺഷൈൻ അവാർഡ്, അങ്ങനെയുള്ള പല അവാർഡുകൾ അവാർഡ് കിട്ടിയത് കൊണ്ടല്ല, ദൈവസ്നേഹം പ്രദർശിപ്പിക്കപ്പെടുന്നതാണ്. ഈ ഡിസ്പ്ലേഡ് ഇസ് ലവ് ഓൺ ക്രോസ്. അതുകൊണ്ട് ഞാനും ദൈവസ്നേഹത്തിലാകുവാൻ തക്കവണ്ണം ദൈവം എനിക്ക് തന്ന എല്ലാ, മനുഷ്യൻ പ്രതികൂലമെന്ന് തോന്നുന്നതൊന്നും എനിക്ക് പ്രതികൂലമല്ല. അതെല്ലാം ദൈവം എനിക്ക് അനുകൂലമാണ്. ദൈവം എന്നെ സ്ട്രെങ്തൻ ചെയ്യുന്നു. ഇങ്ങനെ എന്നെ പണിതുകൊണ്ടിരിക്കുന്ന ഓരോ കൃപയ്ക്കായിട്ടും ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇതുവരെയും നടത്തിയ ദൈവം വീണ്ടും നടത്തും. ഇതായിരുന്നു എൻ്റെ ഇപ്പോഴത്തെ ചാപ്റ്റർ 3യുടെ അവസ്ഥ. കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ദൈവം ഈ ആരോമ TV കൂടി കേൾക്കുവാൻ സഹായിച്ച ദൈവകൃപയാണ്. നിങ്ങളുടെ കാത് തുറന്നു, നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം ദൈവം തന്നു. ഈ കേൾക്കുന്ന നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഈ കർത്താവിനെ രക്ഷിതാവായിട്ട് ഏറ്റുപറയും. ഇത് ജീവനുള്ള ദൈവമാണ്. ഈ ദൈവമല്ലാതെ വേറൊരു ദൈവമില്ല. നിങ്ങൾ ഏതൊരു ഒറ്റപ്പെട്ട് ഏതൊരു വേദനയുടെ അവസ്ഥയിലായാലും കർത്താവിനാൽ കഴിയാത്തതൊന്നുമില്ല. ഏത് ദുഷ്ടൻ എഴുതി വെച്ച ഏത് സിഗ്നേച്ചറേയും മാറ്റി കർത്താവിന്റെ രൂപത്തിൽ, ഹല്ലേലൂയ സ്തോത്രം, ആ വേദനയൊന്ന് കൊടുത്താൽ, ആ ക്രിസ്തുവിന്റെ അടുത്തോട്ട് വേദനയൊന്ന് കൊടുത്താൽ, ആ മറുടത്തിലോട്ടൊന്ന് കൊടുത്താൽ, ആ മുറിവുകൾക്കുള്ളിൽ നമ്മെ സൂക്ഷിച്ച് അവനെ നമ്മൾ തക്ക സമയത്തെടുത്ത് ഉപയോഗിക്കുന്ന ഒരു പാത്രമാക്കി നമ്മളെ ഓരോരുത്തരെയും തീർക്കും. അതിനാൽ ധൈര്യമായിട്ട് നിങ്ങൾ വചനത്തിൽ വിശ്വസിക്കുക, യേശു കർത്താവിൽ ആശ്രയിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ സ്തോത്രം. കർത്താവെ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, നല്ല സമയത്തിനാണ്ട് സ്തോത്രം. കേൾക്കുന്ന എല്ലാവരും യേശു കർത്താവിന്റെ കരങ്ങളിൽ തരുന്നു. ആരോമ TVക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനേകരെ അവിടുന്ന് ചെയ്ത വൻ ക്രിയകൾ പ്രസ്താവിക്കുവാൻ ഒരുക്കുന്നല്ലോ അപ്പ. സ്തോത്രം കർത്താവെ. അത് കേൾക്കുവാൻ അനേകം കാതുകളെ ഒരുക്കുന്നല്ലോ അപ്പ. കർത്താവെ, സ്തുതിക്കുന്ന ചാനലിനെ അനുഗ്രഹിക്കണം. അനേകർ ദൈവകൃപ അറിയുവാൻ ഇനിയും ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം. ഇതുവരെയും ഇതിൽ കൂടി പറഞ്ഞ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണം. കേട്ട എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന യേശുവെ സ്തോത്രം. തക്ക സമയത്ത് വഴിയും വാതിലും തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ ദാസി പ്രിയ മിനി സിസ്റ്റർ. ഇത്രത്തോളം സമയം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിനു വേണ്ടി പറയുവാൻ കർത്താവ് കൃപ ചെയ്ത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം എത്ര നല്ലവൻ! മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ ഇതൊക്കെയും ആശ്ചര്യമാണ്. ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടുമ്പോൾ മാത്രമാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ദൈവത്താൽ സംഭവിച്ചതാണ്. വളരെ യാദൃച്ഛികമായിട്ടാണെങ്കിലും ജീവിതത്തിൽ ചില പ്രതിസന്ധികളിലൂടെ, പ്രശ്നങ്ങളുടെ നടുവിലൂടെയൊക്കെ കടന്നു പോയപ്പോഴും അതിനെ അതിജീവിക്കുവാൻ കൂടെ ഇരുന്ന് കരം പിടിച്ച് വഴി നടത്തിയ ദൈവത്തിൻ്റെ ആ കരുതലും സ്നേഹവും അതിൻ്റെ ആ മാധുര്യമയും ഒട്ടും വിട്ടുകളയാതെ, മറന്നു പോകാതെ
ദൈവസന്നിധിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവിൻ്റെ ദാസിയെ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കുവാൻ കഴിഞ്ഞു. വളരെ ചെറുപ്പത്തിൽ തന്നെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ, രോഗമെന്ന് പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു എങ്കിലും ശിരസ് മുതൽ പാദം വരെ വ്യാപിച്ചതായ ആ ചിക്കൻ പോക്സ് എന്ന ആ രോഗം വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി. എന്നാൽ അവിടെ വെച്ച് കണ്ട ആ ദൈവിക ദർശനങ്ങൾ, സ്വർഗം തുറന്ന് വെളിപ്പെട്ടതായ ആ ദിവ്യ തേജസ്സും ആ ദൈവിക ശബ്ദവും അത് അനുഭവിച്ചറിയുവാൻ ഇടയായിത്തീർന്നു. ഒരു പക്ഷെങ്കിൽ ആ ചിക്കൻ ബോക്സ് വന്നില്ലായിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു ദർശനം ഒരു പക്ഷെങ്കിൽ കാണാൻ കഴിയുമായിരുന്നില്ല. ആ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ ആരുടെയും സഹായവും സാന്നിധ്യവും ഇല്ലാതെ ഇരിക്കുമ്പോൾ അവിടേക്ക് ഇറങ്ങി വന്ന് അടുത്തിരുന്ന സ്നേഹത്തിൻ്റെ, സാന്ത്വനത്തിൻ്റെ കരസ്പർശനം അനുഭവിച്ചറിഞ്ഞ ആ നിമിഷങ്ങൾ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്തതാണെന്ന് ഓർപ്പിക്കുകയുണ്ടായി. അവിടെ തുടങ്ങിയതാണ് കർത്താവുമായിട്ടുള്ള ആ ഒരു സ്നേഹബന്ധം. പിന്നത്തേതിൽ ഗൾഫിൽ ഉള്ള ജീവിതത്തിൽ നേരിട്ട പല സന്ദർഭങ്ങളും സാഹചര്യങ്ങളെക്കുറിച്ചും ഒക്കെ പറയുകയുണ്ടായി. സ്തോത്രം. അവിടെയൊക്കെ പ്രാർത്ഥിച്ച് അനേക വിഷയങ്ങൾക്ക് അത്ഭുത മറുപടികളും വിടുതലുകളും കാണുവാൻ കഴിഞ്ഞു. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുമോ എന്നൊരു പക്ഷെങ്കിൽ കേൾവിക്കാർ ചോദിച്ചേക്കാം. പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും ഉണ്ടാകും. അത് ദൈവമക്കളായാലും ലോകമനുഷ്യരായാലും ആരായിരുന്നാലും എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ അവർ തകർന്നു പോകുന്നില്ല, അവരെ തളർന്നു പോകുവാൻ ദൈവം അനുവദിക്കുന്നില്ല. ദൈവം അവരെ കൈവിടുകയില്ല. ആ പ്രശ്നങ്ങളുടെ നടുവിൽ അവരെ അതിജീവിക്കുവാൻ ആവശ്യമാർന്ന പ്രത്യേക കൃപ അവരുടെ മേൽ പകർന്ന് ദൈവം അവരെ കരം പിടിച്ച് മറുകര എത്തിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പ്രിയ കർത്താവിൻ്റെ ദാസി മിനിസിസ്റ്ററുടെ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് അനുഭവങ്ങളിലൂടെ മറുകര എത്തിയ ഒരുപാട് നല്ല സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ കഴിഞ്ഞു. ഏറ്റവും ഒടുവിലായി 3-ാമത്തെ സ്റ്റേജിൽ പ്രിയ മകൻ താൻ പ്രിയമ്പച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട വേദനാജനകമായ അനുഭവം പറയുവാൻ ഇടയായിത്തീരും. ഒരുപക്ഷെങ്കിൽ ആർക്കും ഉൾക്കൊള്ളുവാൻ, വിശ്വസിക്കുവാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം, അതിനെയും അതിജീവിക്കുവാൻ വാത്സല്യ കർത്താവിൻ്റെ ദാസിക്ക് ദൈവം പ്രത്യേക കൃപ പകർന്നു. ഇന്ന് സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറയുവാൻ, ആ നടത്തിയ വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ, വിളിച്ച ദൈവത്തെ വിശ്വസ്തയോടെ പിൻപറ്റുവാൻ, ഇന്നും നല്ല സാക്ഷ്യം പറയുവാൻ കർത്താവ് ബലപ്പെടുത്തിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവദാസിയെയും കുടുംബത്തെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിനോട് ഏറെ പ്രയോജനപ്പെടുവാൻ, ശക്തമായി നിലകൊള്ളുവാൻ, അന്ത്യത്തോളം അനേക പ്രിയപ്പെട്ടവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഏറെ സഹായിക്കട്ടെ, അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന് ഞങ്ങൾ വിതരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ TV ശ്രോതാക്കളോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷങ്ങൾ ചെലവഴിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. കർത്താവിൻ്റെ ദാസിയുള്ളതായ നന്ദിയും കടപ്പാടും ഈ തരുണത്തിൽ അറിയിക്കുന്നു. പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ സാക്ഷ്യം വേറിട്ടൊരു അനുഭവമായി തീർന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഒരുപക്ഷെങ്കിൽ സമാനതകളില്ലാത്ത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന അനേക പ്രിയപ്പെട്ടവർ ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടാവാം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന് നമ്മെ സഹായിപ്പാൻ, നമ്മോട് കൂടെ ഇരിക്കുവാൻ, നമ്മുടെ കരം പിടിക്കുവാൻ, നമ്മെ ജോത്സവമായി വഴി നടത്തുവാൻ കഴിയുമെന്നുള്ളതായ ഉറപ്പായ വാഗ്ദത്തങ്ങളാണ് ഈ സാക്ഷ്യത്തിൻ്റെ ഓരോ ഭാഗത്തും ആമേനെ നമുക്ക് ശ്രദ്ധിക്കുവാൻ തക്കവണ്ണം കഴിയും. ആകയാൽ ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് പരസ്പരം പ്രാർത്ഥനയിൽ നമുക്ക് ഓർക്കാം. ഈ സാക്ഷ്യം നിങ്ങൾക്ക് വലിയ വിടുതലിന് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഈ സാക്ഷ്യം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ. അവർ വിശ്വാസത്തിൽ ഉറയ്ക്കട്ടെ, പ്രത്യാശയിൽ വർദ്ധിച്ചു വരട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിന് വേണ്ടി ഒരുങ്ങുന്നവരായി തീരുവാൻ ദൈവമായ കർത്താവ് അവരെ സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരുന്ന പ്രേക്ഷകരുള്ളതായ നന്ദി, സ്നേഹം, കടപ്പാട് ഒരു പ്രാവശ്യം കൊണ്ട് അറിയിക്കുന്നു.
നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകരുടെ വിഷയങ്ങൾക്ക് വേണ്ടി എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണിക്ക് വിശിഷ്യാൽ പ്രാർത്ഥന നടന്നു വരുന്നു. നിങ്ങൾക്കും അതിൽ പങ്കെടുക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com